ഈ അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആന്തികം വാചികം കേട്ടില്ലേ? കുട്ടികളല്ലേ കേട്ടോ? നമ്മൾ കേട്ടോ? ആന്തികം, വാചികം, സാത്വികം, ആഹാരം 4 തരത്തിലാണ് നാട്യശാസ്ത്രത്തിൽ അഭിനയത്തിന്. അപ്പൊ അതിൽ ആംഗികം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക കൈകൊണ്ട് കാണിക്കുന്നത് മാത്രമാണ്. അതല്ല, ഉപാംഗങ്ങളും. അംഗം, ഉപാംഗം. ഉപാംഗം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ സംഗ്രഹമാണ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ പറ്റി പറയുമ്പോൾ 5 ഇന്ദ്രിയങ്ങളും ഉള്ള സ്ഥലമാണല്ലോ തല. അതാണല്ലോ തലയെ ഉത്തമാംഗം എന്നുള്ളത്. അപ്പോൾ ഈ ഉപാംഗങ്ങളുടെ പ്രയോഗം, അപ്പൊ അംഗോപാംഗം അത് ചേർത്താണ് ആംഗികം. മുദ്ര കാണിക്കലോ അല്ലെങ്കിൽ കലാ ചുവടുകളോ മാത്രമല്ല, ഉപാംഗങ്ങളും കൂടി ചേർത്താണ് ആംഗികാഭിനയം. അപ്പൊ മുഖത്തെ അഭിനയത്തിന് വളരെ പ്രാധാന്യം. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ പറയാം. അപ്പൊ കണ്ണാടി എന്ന് പറയുമ്പോൾ ഇടതിനെ വലുതായിട്ടും വലുതിനെ ഇടതായിട്ടും മാറ്റാം. അത് മനസ്സിലുള്ളതല്ലാതെ നമുക്ക് നോക്കത്തിൽ കാണിക്കാൻ പറ്റും. എനിക്ക് അതാണ് അതിന്റെ അർത്ഥം. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മനസ്സിലുള്ളതൊക്കെ മുഖത്ത് വരും എന്നല്ല, മനസ്സിലുള്ളതിനെ മറച്ചിട്ട് വേറെ ഒന്നായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ദുഃഖമുള്ളപ്പോഴും ചിരിച്ച് കാണിക്കില്ലേ, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ദേഷ്യമുള്ളപ്പോഴും ചിരിച്ച് കാണിക്കില്ലേ. അപ്പം മുഖത്തിന് അങ്ങനെ കുറച്ച് കാപട്യം കാണിക്കാനുള്ള ശക്തിയുണ്ട് മനുഷ്യന്റെ മുഖത്ത്. അപ്പം നമ്മൾ ഉപാംഗങ്ങളുടെ പ്രയോഗമാണ് നമ്മൾ അല്ലേ? അതല്ലേ എങ്ങനെ ആഗ്രഹം എങ്ങനെയാ നിങ്ങൾ പ്രതീക്ഷിക്കാൻ അതുപോലെയാവാം. ഉപാംഗങ്ങളിൽ ഏതിനാണ് പ്രാധാന്യം ചോദിച്ചാൽ എല്ലാത്തിനും തുല്യമാണ്. കണ്ണാണെന്ന് പറയുമ്പോൾ കണ്ണിന് മാത്രമല്ല, അതിൽ പുരികം, കവിള്, ചുണ്ട്, മൂക്ക് വരെ ഒരു കഴുത്ത് ഒക്കെ ഈ ഉപാംഗങ്ങളിൽ പെടും. അപ്പോൾ ഈ ഉപാംഗങ്ങളെ നമ്മൾ സാധന ശുദ്ധി വരും, ട്രെയിൻ ചെയ്തെടുക്കണം. എല്ലാവരുടെയും കണ്ണുകൾക്ക് ജന്മന അങ്ങനെ ആയിക്കോട്ടെ, ജന്മനുള്ള പോലെ പോരാ ഒരു അഭിനയത്തിൽ വരും. അപ്പം അതിപ്പോൾ ട്രെയിൻ ചെയ്യും. അങ്ങനെ കുറേ ട്രെയിനിങ്ങുകളുണ്ട്. നമുക്ക് കണ്ണ് ബ്ലിങ്ക് ചെയ്യാം, കണ്ണ് ചിമ്മുക, അത് മനുഷ്യന്റെ സ്വഭാവമാണ്. കണ്ണ് ചിമ്മാതെ എത്ര നേരം തുറന്നിരിക്കാൻ പറ്റുന്നത് നോക്കിയിട്ടോ? നമുക്ക് കണ്ണ് ചിമ്മാതെ വെറുതെ കൈ എടുത്തിരിക്കുക, കണ്ണിന് തുറന്നിട്ടിരിക്കുക, എത്ര നേരം നോക്കിയിരിക്കാൻ പറ്റും? നമുക്ക് കണ്ണട വേണമല്ലേ? കണ്ണട അടിക്കാൻ പാടില്ല. കന്നഡ അയച്ചൂടെ നവമി? അവിടെ കന്നഡ അയച്ചൂടെ നവമിയുടെ? അപ്പൊ കൈ കെട്ടിയിട്ട് ഒന്ന് നിവർമ്മ കേട്ടോളൂ, മറ്റുള്ളവർ നിവർത്തിട്ട് വേറെ കണ്ണിലേക്ക് ശക്തി കൊടുക്കുക. നമ്മൾ പറയാറ് വാക്ക് വായു എന്നാണ്. ശക്തി നല്ല പറയാറ്, വായു എന്നാണ്. കണ്ണിന് വായു കൊടുക്കാൻ പറഞ്ഞാൽ എനർജി മുഴുവൻ കണ്ണിലേക്ക്, ബാക്കിയുള്ള ഭാഗത്തൊക്കെ റിലാക്സ് ചെയ്തിട്ട് കണ്ണിലേക്ക് മാത്രം എനർജി കൊടുത്ത് നോക്കും. നേരെ നോക്കും, നേരെ സ്പോട്ടിലുണ്ട്. കണ്ടാൽ കണ്ണിൽ ജീവനില്ല, കണ്ണിൽ ഇങ്ങനെ ഇല്ല, തുറന്നു പിടിക്കില്ല, നല്ലോണം തുറക്കില്ല. എന്നിട്ട് അത് നിലനിർത്തിക്കൊണ്ട് അവിടുന്ന് ഒരറ്റത്തേക്ക് നോക്കാൻ പറ്റുമോ? അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ തുറന്നു പിടിച്ച കണ്ണ് അതേ ശക്തി നമ്മൾ ഈ അറ്റം വരെ നോക്കാൻ പറ്റുമോ? ബ്ലിങ്കാതെ, ചിമ്മാതെ. അപ്പൊ നിങ്ങൾ നേരെ നിൽക്കുന്നത് പതുക്കെ അറ്റത്തേക്ക്. ഇനി അവിടുന്ന് വളരെ പതുക്കെ ഈ അറ്റത്തേക്ക് ചാടി പോകണം. ഇങ്ങനെ സ്മൂത്തായിട്ട് പെട്ടെന്ന് അങ്ങനെ പോരും. ഐബോൾസ് കൃഷ്ണമണികൾ നമ്മുടെ കൺട്രോളിലാണ്. പ്രാന്തകണ്ണെന്ന് പറയാം. കണ്ണ് ഇങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ കൊണ്ടു പ്രാന്തകണ്ണെന്ന് പറയാം. അങ്ങനെ ആവരുത്. അപ്പൊ കൃഷ്ണമണികളെ നിയന്ത്രിക്കാൻ പറ്റണം. അപ്പൊ പതുക്കെ നോക്കും, എത്ര പതുക്കെ പറ്റും നോക്കും. ചാടി പോണ്ട. ഒരറ്റം മുതൽ ആ അറ്റം വരെ തല കോമ്പൻസേറ്റ് ചെയ്യണ്ട കേട്ടോ. തല കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ട, അങ്ങനെ ടെൻഡൻസി ഉണ്ടാവും. കണ്ണ് മാത്രം കൊടുക്കട്ടെ. പൊട്ടക്കണ്ണൊന്നും കൂടി വീഡിയോ നോക്കും.
സ്വാഭാവികമാണല്ലോ. കണ്ണ് ചിമ്മാൻ തോന്നുന്നത് ചിരിക്കോളൂ. ഒരു മണിക്കൂർ കണ്ണിനെ ചിന്തിക്കരുത്. കണ്ണ് തുറന്ന് പിടിക്കുക. നമുക്ക് എത്ര നേരം പറ്റും, അതുകൊണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടാൻ പറ്റണം. ഇന്ന് നമുക്ക് ആ അറ്റം മുതൽ ഈ അറ്റം വരെ നോക്കാൻ പറ്റിയില്ല വിചാരിക്കാം. അതുകൊണ്ട് നിർത്തണ്ട. അടുത്ത ദിവസം അത് ചിലപ്പോൾ ഇവിടെ വരെ എത്തിയിട്ട് ഇന്നലെ ഇവിടെ വരെ എത്തി, അടുത്ത ദിവസം കുറച്ചും കൂടി അവിടെ എത്താൻ പറ്റും. അങ്ങനെ കണ്ണിന് ഈ കണ്ണ് ചിമ്മ എന്നുള്ള ടെൻഡൻസിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ചിലപ്പോൾ ആദ്യം കണ്ണിന് വെള്ളം വരും, കണ്ണ് വീറും, വേദന വരും, ഒക്കെ ഉണ്ടാവും. ഒന്നുകൊണ്ടോ ചെയ്യണ്ടോ? ആ കാണട്ടെ. താടിയൊക്കെ നേരെ പിടിക്കും. താടി എല്ലാം അതെ അതെ. വീടിലല്ല വീടിലല്ല അത് നിയന്ത്രിച്ച് സാവധാനത്തിൽ നോക്കണം. വിളിക്കോട്ടെ, സാരില്ല. ഇനി അതിന് നിങ്ങളെ സഹായിക്കാൻ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഒരു മുദ്രയുടെ ഒപ്പം കണ്ടുപോകും. മുദ്രയെ കാണിച്ചുതരാം. മുദ്ര എന്തർത്ഥമായാലും വിരോധമില്ല. അപ്പോൾ ഇതിനെ കാണിച്ചു തരാം. അപ്പോൾ അവിടുന്ന് ആ അറ്റത്തുനിന്ന് ഈ ചൂണ്ടുവരലിന്റെ മുൻപിൽ ഇങ്ങനെ നോക്കുക. അവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഈ അറ്റത്ത് അവിടെ എത്തിയ ഇടത്തെ കൈ എടുക്കും. വലതുവശത്തുനിന്ന് കണ്ണ് നല്ലോണം ദൂരെ നോക്കും. ദൂരെ നോക്കുമ്പോൾ ഈ എന്താ ചുമരിനുള്ളൊരു അതിരാവില്ലേ, ചുമരിന്റെ അപ്പുറത്തുള്ള ഇമാജിൻ ചെയ്യും. നമ്മൾ കടലിന്റെ പക്കത്താണ് നിൽക്കുന്നത്, മനസ്സോട് സങ്കല്പിക്കുക. അപ്പോൾ കണ്ണ് ദൂരേക്ക് പോവാൻ, ദൂരെ നോക്കുക, കണ്ണ് കൂടുതൽ ശക്തി കിട്ടും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ വിരലിന്റെ തുമ്പത്തല്ല നോക്കുക. യഥോ ഹസ്ത തഥോ ദൃഷ്ടി എന്നൊക്കെ പറയും. പക്ഷെ കയ്യിന്റെ മുകളിലല്ല, കയ്യിന്റെ പാതയിലാണ്. കൈ എവിടെ അതിന്റെ എത്രയോ ദൂരേക്കാണ് കണ്ണുപോകുന്നത്. എന്നാലേ അത് ഓഡിയൻസ് കിട്ടും. അപ്പൊ ദൂരേക്ക് നോക്കാം. ഒന്ന് കാണട്ടെ. പ്രേമത്തിന് വലുതാക്കി നിൽക്കും. ഇവിടെ കുഴപ്പമില്ല. ദൂരെ ഈ മാറുന്ന നേരം മതി. കൈ മാറുന്ന നേരം മതി. ചാടി ചാടി പോണ്ട. മോളിപ്പോ കൈക്ക് വരേണ്ട അറ്റത്തേക്കാണ് ഞാൻ പറഞ്ഞെന്താ, ദൂരേക്ക് നോക്കും. ഒത്തിരി ഇങ്ങനെ നോക്കരുത്. ദൂരെ ഈ വിരലിന്റെ അപ്പുറത്ത് എവിടെയോ ദൂരം, ഇപ്പൊ ഈ പാടത്തിന്റെ അപ്പുറത്തേക്ക് നോക്കണ പോലെ ഇമാജിൻ ചെയ്യുക. അതിനെ സങ്കല്പിക്കുക. നോക്കട്ടെ. കണ്ണടയാതെ നോക്കാൻ പറ്റുമോ? ഇവിടെ ഓൺലൈനിൽ വേറെ കണ്ണ് ബ്ലിങ്ക് ഉണ്ടോ? ചെറുതായിട്ടൊക്കെ ഉണ്ടാവും, സാരില്ല. പരമാവധി കണ്ണ് തുറന്ന് പിടിക്കും. കണ്ണിന്റെ വലുപ്പല്ല പ്രധാനം, അതിനോട്ടുള്ള എനർജിയാണ്. ഉണ്ടാകട്ടെ. ഓരോരുത്തരും എടുത്ത് നോക്കട്ടെ. ഒരു കുഴപ്പം പറ്റുന്നില്ല. കൈ ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കണ്ണ് അതിൻ്റെ ഒപ്പത്തില്ല. കുറച്ച് കഴിയുമ്പോഴാണ് കണ്ണ് നോക്കി, കണ്ണെത്തിയില്ല. വീണ്ടും അവൻ ചാർജ് വരും. ശ്രദ്ധിച്ചാൽ നേരത്തെ കൊണ്ട് വേണം ദൂരെ. ദൂരെ നമുക്ക് ദൂരെ നോക്കണം. ദൂരെ നോക്കണം. ആ മെഴുക് നിൽക്കട്ടെ. കണ്ണ് വലിയ കണ്ണാണ്. ആ മെഴുക് നിൽക്കട്ടെ. അതെ അതെ. നിങ്ങളെ ഞാൻ അടുത്തേക്ക് വരാട്ടോ. ഇവിടെ നോക്കിക്കോട്ടെ. അവിടെ എത്തിക്കോട്ടെ. ഒറ്റത്തെത്തിക്കോട്ടെ. ഞാൻ എത്തിയോടത്തുനിന്ന് ഇടത്തെ കയ്യിൽ നിന്ന് പതുക്കോളി കണ്ണേ റെസ്റ്റിലോട്ടാ. കരയുണ്ടല്ലേ അപ്പോട്ടാ. അതിന് ഇത് കിട്ടില്ല. അത്രയും ചാടണ്ട. നമ്മുടെ കൃഷ്ണമണി നമ്മുടെ നിയന്ത്രണത്തിലാവണം. ദൂരേക്ക് കണ്ണിന്റെ ശക്തി കുറയണു. കുറയല്ലേ കണ്ണിന് വെള്ളമൊന്നുണ്ട്, കുഴപ്പമില്ല, നല്ലതാ.
ആ പോട്ടെ ആ ശരി ശരി ആ കഴിഞ്ഞു ദൂരെ 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 ആ ദൂരെ ആ നിൽക്കട്ടെ ആ മെഴുകിൽ നിൽക്കട്ടെ അത് കാട്ടില്ല 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 അതെ അവിടെ നിർത്തി നേരത്തെ എടുത്തോളൂ അവിടെ ആ ദൂരെ നല്ലോണം ആ നല്ലോണം ഇങ്ങോട്ടെ കണ്ണ് ആ ചാടുമ്പോ ചാടുമ്പോ കണ്ണോടെ ചക്കാവലെ കണ്ണിന് പോകട്ടെ ശരി നേരത്തെ ദൂരെ നല്ലോണം ആ പരമാവധി വീട്ട് ആ വേറെ എവിടെയും ശക്തി പോണ്ട ഷോൾഡറും റിലാക്സ് ചെയ്ത് ആ കണ്ണാദ്യം കണ്ണ് വന്ദേകാലത്ത് മറ്റൊരു പാമ്പ് കണ്ണാദ്യോടെ ആ ബുദ്ധിമുട്ട് കാര്യമില്ല കൈക്ക് വില കൊടുത്ത് നിർത്തിക്കാണെന്താ കൈക്ക് വിഷയമല്ല അവിടെ നമുക്ക് കണ്ണിന് വേണ്ടിയിട്ടും കണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൈ കാണിക്കുന്നത് ആ വിളിയൊക്കെ കണ്ണ് തുറക്ക് വിളിയത്തിരിക്കുന്ന കൊണ്ടുവരുന്നതിനു കണ്ണാദ്യം എല്ലാവരും എല്ലാ ആൾക്കാരല്ലേ അതൊക്കെ ചാടിച്ചാരി പോലെ നമ്മുടെ നിയന്ത്രണത്തിലാവണം ആ ഫോൺ ചെയ്യൂ കണ്ണു പിഴിയട്ടെ ആ നല്ല കണ്ണാണല്ലോ ചാടിച്ചാരി പോലെ ഒക്കെ എന്തിനാ ഗ്ലാസ് വയ്ക്കണം എന്നാണ് കൊടുക്കും ഷോർട്ട് സൈറ്റാണ് ആ ഇങ്ങനെ ആ ദൂരെ ദൂരെ ആ ഓക്കെ ആ ആ അതല്ലേ അത് നിന്നോട്ടെ ആ മെഴുകി നിന്നോട്ടെ ചാടണ്ട ഓടണ്ട എന്റെ മുഖത്തേക്ക് നോക്കണ്ട ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു ദൂരെ ദൂരെ അതാണ് പഠിക്കുന്നില്ല കണ്ണോട് വീട്ടെ ശാന്തഭാവത്തിലല്ല കണ്ണ് തുറക്കട്ടെ ആ മോർണിംഗ് ആവട്ടെ ദൃഷ്ടി നേരെ ചാടുമ്പോ ആ നേരത്തെ ഓൺലൈൻകാരെ നോക്കാം നിങ്ങൾ ഞാൻ കണ്ടതല്ലേ വളരെ കണ്ടത് 1 by 1 ആ അടുത്തോളൂ കണ്ണ് ആ ദൂരെ നോക്കട്ടെ നല്ലോണം കണ്ണ് നല്ലോണം എടുത്ത് തുറക്കട്ടല്ല ആ വലിയ കണ്ണാണ് ചാടിച്ചാടി പോണ്ട ആ ഇനി എടുത്ത്
ഫ്രെയിം ഒന്നും ശരിയല്ല, എനിക്കിപ്പോൾ കൈ മാത്രമേ കാണാനുള്ളൂ. ആരെങ്കിലും സഹായിക്കാൻ? ആ ആ ആ ഇപ്പൊ കാണാം. ഇപ്പൊ നമ്മുടെ താടി അല്ലെങ്കിൽ തല കോമ്പൻസേറ്റ് ചെയ്യണം. അതായത് കണ്ടപ്പം ഇങ്ങനെ കണ്ണവിടെ തന്നെ തല അവിടെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് കണ്ണ് മാത്രം നോക്കട്ടെ. ആ ഞാൻ അവിടെ ഇങ്ങോട്ട് ശരി. ഇനി ഇതിനൊരു ഫ്ലേവർ ചേർക്കാം. ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചുണ്ട് വെറുതെ ഉണ്ട്, ചുണ്ടോണ്ടൊന്നും ചെയ്തില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്ത് ചുണ്ട് സപ്പോർട്ട് ചെയ്താൽ മുഖത്ത് ഭാവമായി. ഇപ്പൊ എന്ത് വേണമെങ്കിൽ ആവാം, നമുക്ക് എന്തോ അന്തം വിട്ട് നോക്കാം, എന്ത് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് വെറുതെ ചിരിച്ചിട്ട് വെറുതെ ചിരിക്കാം, വെറുതെ ചിരിച്ചിട്ട് അതെല്ലാവരും കൂടെ ആയിക്കോട്ടെ, സംഭവഗാനായിക്കോട്ടെ. ചെറുതായിട്ട് ചിരിക്കുക, പ്രസന്റ് ആവണം. നല്ല അത്ഭുതമാണ് ശരി, ഭാവമല്ലേ. അതെ 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 ചിരിച്ചോളൂ, മടി കാണിക്കില്ല. ഞാൻ ദൂരെ 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 പറ്റോ? ഒന്ന് കാണട്ടെ, അത് ചിരിച്ചിട്ടുള്ള മുഖം ഒന്ന് കാണട്ടെ. കല്ല് കണ്ടോളൊന്നും കേട്ടോ. ആ കണ്ണട ദൂരോ? ഞാൻ കണ്ണട വെച്ച് നോക്കണ്ട. ശരി, കണ്ണട വെച്ചിട്ട് കണ്ട സാധനം കാണിച്ചോളൂ. അതെ, ഒന്നുകൂടി ചിരിക്കാം. ചിരിക്കണ ഡിസ്ക് കാണിക്കണ്ട. ഇപ്പൊ തോന്നാ ഇനി പുലി കിടക്കാൻ ശീലിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, പുലി കിടക്കാൻ സാധിക്കുന്നവരുണ്ടാവും. പുലി കിടക്കൊന്നും നോക്കിയിട്ടുണ്ടോ? പുലി കിടക്കി നോക്കിയിട്ടുണ്ടോ? കണ്ണാടി നോക്കിയിട്ട് പുലികൾ കിടക്കാൻ പുലിയെ ചിരിച്ചിട്ട് നോക്കി നേരെ നോക്കും, നേരെ നോക്കും, കൈകെട്ടി നേരെ നോക്കും. പുലികൾ നേരെ നോക്കാം. ഞാൻ വെല്ല് കാണിച്ച് നോക്കാൻ വേണ്ടിട്ടാ. കൈ കെട്ടിയിരിക്കുക, ചിരിക്കുക, പുലികളുടെ വേദം കൊടുക്കുന്ന സംസാരിക്കുന്ന. അപ്പോൾ ഈ മുക്ക് നമ്മുടെ കണ്ണിന്റെ നേരെയല്ല ശരിക്കും വേണ്ടത്, നമ്മുടെ മൂക്കിന്റെ ലെവലിൽ ദൂരെ, മൂക്കത്തേക്കല്ല, മൂക്കിന്റെ ലെവലിൽ ദൂരെയാണ് നോക്കുന്നത്. മറ്റു നോക്കുക കണ്ണിന്റെ ലെവലിൽ നോക്കുമ്പോൾ ലേശം മേങ്കണ്ണായിട്ട് തോന്നുന്നു, മേലത്തേക്കായിട്ട് തോന്നുന്നു. അതാവരുത്. നേരെ നോക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ലെവലിൽ നമ്മുടെ മൂക്കിന്റെ ലെവലില് ദൂരെ, മൂക്കിന്റെ അടുത്തേക്കല്ല. ഒന്ന് കാണട്ടെ. ചിരിച്ചിട്ട് കൈ കെട്ടിയിരുന്ന് ചിരിക്കുക, സാവധാനത്തിന് കുരികളുക. ഇത് നിങ്ങൾക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, കാർ ഓടിക്കുമ്പോൾ, അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ. ഒരു ദൃഷ്ടി ഒരിടത്ത് ഉറപ്പിക്കും. കണ്ണാണെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്പോട്ട്, സ്വന്തമായിട്ട് സ്പോട്ട് കണ്ടെത്തുമ്പോഴും അവിടെ തന്നെ ദൃഷ്ടി ഉറപ്പിക്കുക. ആ ദൃഷ്ടി അവിടെ ഉറപ്പിച്ചിട്ട് പതുക്കെ ഇത് പ്രാക്ടീസ് ചെയ്ത് നല്ലതാണ്. എന്നിട്ട് ഇങ്ങനെ ഇറക്കാറാണോ? അത് ഇളകാൻ തോന്നാത്തത് ഇറങ്ങണം. ചെറുതായിട്ട് ഇറങ്ങുള്ളൂ.
ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം, അവിടേക്ക് എത്തണം. ഇത് പ്രാക്ടീസ്, അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൊണ്ട് ചെയ്തത്. ഇത് നേരത്തെ ചെയ്ത അതേ സംഗതി ഈ ചിരിക്കലും പുലികിടക്കലും കയ്യും കൂടി ചെയ്ത് കൊടുക്കും. എന്തായി 3 കാര്യമായി. ആ ഇപ്പോഴത്തെ കുഴപ്പമില്ല, പുലികൾ കിടക്കുന്നില്ല. പുലികളൊന്നും കണ്ണു ചേർത്തായി, കണ്ണിന് ശക്തി പോയി. കണ്ണിനപ്പോഴും ആ ശക്തി വേണം, വായു വായു. പുലികളെ പുലിക പൊത്തി തന്നെ ഇരിക്കട്ടെ, ഇളകിൽ നമുക്ക് തോന്നും, പക്ഷെ ഇളകില്ല. സൂക്ഷിച്ച് നോക്കിയാൽ ഇളകുന്നത് കാണാനുള്ള ചിലർക്ക്. ആ ആ ഇത് കണ്ണു വെള്ളം പറ്റും പ്രാക്ടീസായി. ഇനി നിങ്ങളൊന്ന് കാണിക്കൂ. പുലികൾ ആ ചിരിച്ചോട് നല്ലോണം. യെസ്. ആ പുലികളിൽ വേഗത കൂട്ടലല്ല പ്രധാനം, ആ ഇളകല് അത് നിലനിർത്തണം, അത് സസ്റ്റെയിൻ ചെയ്യണം. വേഗത അത് കിട്ടും, കുറച്ച് പ്രാക്ടീസുകൾ കിട്ടും. വലുതാക്കി ഇളക്കാൻ അറിയാം, അതായത് കുറച്ച് ഗ്യാപ്പ് തുറന്നുറാൻ ഇളക്കണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വേഗത കൂട്ടാൻ പറ്റും. നോക്കിയോ, ഇതിന് നിങ്ങൾ തന്നെത്താനെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിന്റെ കൂടെ ഒരു ചെറിയ ചെയ്താലോ, ഈ വിരല് വെറുതെ നടക്കും. ഈ പുലികളത്തിൽ എന്തൊക്കെ കണ്ണ്, ചിരി, പുലികം, വിരലും കൂടെ ഇറക്കാം. അത് എളുപ്പ ചിരിക്കും. വിരലിറങ്ങി ഈ പുലികം താടി ഇറങ്ങിയിട്ട് അങ്ങനെ വേണ്ട. ഈ വിരലൊക്കെ പതുക്കെ ഇറക്കുക. അതായത് പുലി കിടക്കണം, അതേ വേഗത എന്ന് വിചാരിച്ചാൽ മതി. ആ കണ്ണുണ്ടെങ്കിലേ പോകും, അത് കുറച്ച് കഴിഞ്ഞാൽ വേണ്ടതാ. എടുത്ത് കഴിഞ്ഞു. കാണട്ടെ, കുതികളായിക്കോട്ടെ. മൂക്കിലേക്ക് കൊണ്ട വായു, മൂക്കിന് വികസിക്കണ്ടാവാനാണ് അടുത്ത മണവ് വരുന്നത്. ആ ഇനി ഈ കഥകളിലത്തെ അഭിനയ രീതിയിലത്തെ പ്രത്യേകതയാണ് കണ്ണിന്റെ താടം. ഈ കണ്ണിന്റെ താടം എന്ന് പറയാം, ലോവർ ഡിജിറ്റൽ എന്താ പറയാം, എന്താ പറയും ഈ ഭാഗം. ഇത് പൊളിക്കും ഇങ്ങനെ, അതായത് ഇവിടെ ഈ 4 മാത്രക്കാണ് കണ്ണിന്റെ ഈ അടിഭാഗം മാത്രം ചെറുതായിട്ട് പൊളിക്കുക. എനിക്കിത് കണ്ടോ, കണ്ടോ എന്റെ കണ്ണിന്റെ ഈ ഭാഗം കവടല്ല, കൺതടം. അതിങ്ങനെ പതുക്കെ പൊന്തിക്കാം. കണ്ണ് തുറന്നിരിക്കണം. അതിന്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ അതൊന്ന് ചെയ്തു നോക്കും. ആ പതുക്കെ ഇറക്കാൻ വേണ്ടിയില്ല, അതിന് വേണ്ടിയില്ല, അതൊരു വേറെ പർപ്പസ് ഉണ്ട്.
പതുക്കെ ആ പതുക്കെ കണ്ണ് തുറന്നില്ല, കണ്ണടച്ചുണ്ടാവും. ആ നല്ല കണ്ണാണ്. ആ ഞാൻ കണ്ണട വെച്ച് തുറന്നില്ല, ഇളകുണ്ടോ ഇളകില്ലേ? കണ്ണിന്റെ ശക്തി കുറയാതെ കണ്ണ് തുറന്ന് പിടിച്ചിട്ട് ആ പതുക്കെ 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 പതുക്കെ. ഇതിന്റെ പ്രധാന ഉപയോഗം എന്താണെന്ന് വെച്ചാൽ കണ്ണിന്റെ തടം ഇളക്കുക എന്ന് പറയുമ്പോൾ തട ഇളക്കുന്നത് അതിന് പ്രധാന ഉപയോഗം ഒരു മുദ്രയുടെ തുടക്കത്തിൽ കണ്ണിന്റെ തടം കയറ്റുന്നില്ല എന്നിട്ട് കണ്ണ് തുറന്നാണ്. ഒരു ഉദാഹരണം കാണിച്ചാൽ ഇപ്പം ഇങ്ങനെ ഈ പിടിച്ച സാധനം ഇവിടെ കണ്ണിന്റെ തടം കൂട്ടി എന്നിട്ട് കാണിച്ചു വെറുതെ ഇങ്ങനെ പിടിച്ചു, ഇവിടെ അത്ര ചെയ്യുള്ളൂ. ഇവിടെ കണ്ണിന്റെ തടം കൂട്ടി പിടിച്ചു എന്നിട്ട് കയ്യും കൂടി പോണ്ട. അപ്പൊ ഈ തടം കൂട്ടി കണ്ണ് അങ്ങോട്ട് വലിച്ചത്, കണ്ണിനെ വലിച്ചത്. അപ്പൊ ഈ തടം കൂട്ടുന്നത് നമ്മളിപ്പോ പ്രഷർ ചോട്ടിൽ കൊടുത്താൽ മുകളിൽ വന്നില്ലേ എന്ന് പറഞ്ഞ പോലെ കണ്ണിന്റെ തടം കൂട്ടിയിട്ട് അങ്ങോട്ട് വിട്ടാൽ ഞാൻ കാണിച്ച് കണ്ടോ, കണ്ണിന്റെ തടം കൂട്ടുക എന്നിട്ട് അങ്ങോട്ട് വിട്ടാൽ കൈ ഇവിടെ തന്നെ ഇരിക്കുന്നുള്ളൂ. ഞാൻ കൈ നിങ്ങൾക്ക് സഹായം ആയിക്കോട്ടെ വിചാരിച്ചത്, അപ്പൊ ശീലാക്കണ്ട. ഇവിടെ പിടിച്ചു കണ്ണിന്റെ തടം കൂട്ടി അത് ഓരോരുത്തർ കാണിക്കണം, അതെ കാണണം. കോട്ടുണ്ട് ഒന്നുകൂടി ഓരോരുത്തർ കണ്ണ് പോണെന്ന് ചായ തടം കൂട്ടി അതെ ഒന്നുകൂടി നല്ല ശക്തി അതിന് മുഴുവൻ നല്ലോണം മുഴുവൻ പെട്ടെന്ന് അത് ശരിയാ. ഒന്നുകിൽ വലതുകയാകുമ്പോൾ വലത്തോട്ട് കളയാറുണ്ട്, ഇടത്തോട്ട് പോകണ്ട. അല്ല നേരെ 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 കണ്ണ് തടം ഇത് എനിക്ക് അത് കാണാൻ പറ്റില്ല. കണ്ണിന്റെ തടം കൂട്ടുക അത് തുറന്നു തലേ പോയത് കണ്ണു പോട്ടെ ഇങ്ങോട്ട് ദൂരേക്ക് പോട്ടെ തന്നെ നാട്ടിൽ യെസ് പോട്ടാണ് പെട്ടെന്ന് അത് വലിച്ചാണ് ദൂരേക്ക് പോട്ടെ. യെസ് താടി കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് അത് വേണ്ട, താടി ഇങ്ങനെ പോയി. യെസ് ഒന്ന് കാണട്ടെ. പെട്ടെന്ന് ഇനി ഇപ്പൊ ഇതിങ്ങനെ ഇവിടുന്ന് അങ്ങനാണ് കളഞ്ഞത്. ഇനി അത് അവിടുന്ന് ഇങ്ങടാക്കാൻ മതി. ഇത് ഇപ്പൊ കണ്ണ് ഇവിടുന്ന് അങ്ങനെ വിട്ടു, അതിനെ അവിടെ തടം കൂട്ടിയിട്ട് ചെവിറ ഇവിറ നമ്മൾ ഇതാണ് ചെയ്തത്. ഇനി അവിടുന്ന് ആ കോർണറിൽ നിന്ന് തടം കൂട്ടി കണ്ണ് ചെറുതായിട്ട് മുകളിലേക്ക് വന്ന് നേരെ കൊണ്ടുവരാം. ഇവിടുന്ന് കൈ വേണമെന്നില്ല, കൈ ഇല്ലാതെ ചെയ്തു, കൈ കെട്ടി ചെയ്തു.
ഒരു താളുണ്ടായിരുന്നു തീ തീ തേയ്യുന്നു. അപ്പൊ അത്ര ശബ്ദം. മറ്റത് തന്നായിരുന്നു. മറ്റത് തീ തീ തേയ്യുന്നത് അത് തീ തീ തേയ്. അങ്ങനെ മനസ്സിലാക്കി മറ്റത് തീ തീ തേയ് തീ തീ തേയ്. ഞാനിപ്പോ ഈ ചെയ്യുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടോ നമുക്ക് എക്സസൈസ് പോലെ ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്നും കാണിക്കുക കണ്ടില്ലേ തിരിച്ചിട്ടുള്ളത് ഒരു 100 വിട്ടു. ആ യെസ് അതെ. ആ വല്ലാതെ മുകളിലേക്ക് പോകണം. കുഞ്ഞിറ ആ കണ്ണിന്റെ എനർജി ശക്തി പോരുത്. അതുകൊണ്ട് ആ അപ്പൊ ഈ തടൽ കൂട്ടുന്നതിന്റെ പ്രാധാന്യം കഥകളിലൊക്കെ പ്രത്യേക ഓരോ മുദ്ര കാണിക്കുമ്പോൾ മുദ്രക്ക് തടൽ കൂട്ടി വിട്ടാൽ അതിന് ശക്തി കൂടും. അതിപ്പോ ഇപ്പൊ പണ്ടൊരു മുദ്ര കാണിക്കുന്ന മുകളിൽ പോയിട്ട് തടൽ കൂട്ടിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ ചെയ്യും. ഇത് തടൽ കൂട്ടാതെ ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിനേക്കാൾ ശക്തി കിട്ടും, ശക്തി ഫീൽ ചെയ്യും. അപ്പൊ അവിടെ ചെന്ന് കണ്ണിന്റെ തടൽ കൂട്ടി അത് കഥകളിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുകയാണ്. ഡാൻസിൽ മോഹിനിയാണെങ്കിലും ശരിക്കും മുദ്രകളുടെ ഒപ്പം അത് വേണമെന്നാണ് പറയുന്നത്. അപ്പോഴേ ഈ തുടക്കം മുദ്രയ്ക്ക് തുടക്കം ഒടുക്കം ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കണ്ണിന്റെ തടം കൂട്ടുന്നത്. അപ്പൊ രണ്ടെണ്ണം അയ്യാൻ പറഞ്ഞു, രണ്ടെണ്ണം കുറേ പറഞ്ഞു. പുരുകം ഇളക്കലും ഈ കണ്ണിന്റെ തടം ഇളക്കലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കണ്ണ് നല്ലോണം തുറന്ന് പിടിക്കുക. എന്നിട്ട് പതുക്കെ കണ്ണിന്റെ അത് വേഗത കൂട്ടലല്ല നമ്മുടെ ലക്ഷ്യം. അത് നമ്മുടെ കൺട്രോളിലാണ്. താളത്തിലാണ് ഒരു മുദ്ര വിടുന്നത്. അപ്പൊ ആ താളത്തിൽ ഇത് തടം കൂട്ടി ആ താളത്തിന്റെ മാത്രയിൽ വിടാൻ നമുക്ക് കൺട്രോൾ കിട്ടുമെങ്കിൽ നമ്മൾ വളരെ സ്ലോ ടെമ്പർ വളരെ സാവധാനത്തിൽ ഇളക്കി ശീലിക്കാം. അപ്പൊ പുരികം ഇളക്കണം, കണ്ണിന്റെ തടം ഇളക്കണം. ഇനി അടുത്തത് ചുണ്ടിൻ്റെ ഒരു എക്സസൈസാണ്. ചുണ്ടിന്റെ ഭാവത്തിന് വലിയൊരു പ്രാധാന്യമുണ്ടാവും. ചുണ്ട് കീപ്പട്ടാക്കാൻ നമ്മൾ ദുഃഖം എന്നാണ് പറയാം അല്ലേ. നേരെ അയാൾക്ക് ചിരിക്കലായി അല്ലേ. കാർട്ടൂണിസ്റ്റുകാർക്ക് ഇങ്ങനെയുള്ള ചന്ദ്രകല ആചരണം, ചന്ദ്രകല ധരന്നല്ല, ചന്ദ്രകല ആചരണം, ചന്ദ്രകല പോലെ ആചരിച്ചുണ്ട്. അപ്പൊ ഈ ചുണ്ട് ഈ ചിരിക്കല് മാറ്റി വെക്കും. വെറുതെ ഞാൻ പറയണത് കേൾക്കല്ലേ, എന്റെ ബെടായി കേൾക്കല്ലേ. അവർ ചിരിക്കുക, ഈ ചിരിക്കല് ഞാൻ ചുണ്ട് പതുക്കെ കീഴ്പെട്ടാക്കാം. പുരികത്തിന്റെ എക്സസൈസ് പറഞ്ഞു, കണ്ണിന്റെ തടത്തിന്റെ പറഞ്ഞു, ചുണ്ടിനുള്ള എക്സസൈസ്. നിങ്ങൾ ചിരിക്കുന്നത് ചിരിക്കുക, രണ്ട് ഭാഗം വരെ പോകാം. കണ്ണാടി വന്നിട്ട് ചെയ്താൽ മതില്ല. റോട്ടിൽ നിന്നും ചെയ്യും. എന്താണാവും ചെയ്യുന്നത്? നല്ലോണം പരമാവധി തൊട്ടിക്ക് വെച്ചോളൂ. മുകളിൽ ഈ ചുണ്ട് ഒഴുകിയതല്ലേ, മേൽച്ചുണ്ട് ചൂട് വരെ ഉണ്ട്. അല്ല, ചുണ്ടിന്റെ ഈ അറ്റത്തേക്ക് നിങ്ങൾക്ക് പറ്റുണ്ടോ? കാണട്ടെ, ചുണ്ട് കീഴ്പെട്ടാക്കാൻ പറ്റുണ്ടോ? ഓ, നല്ലോണം കരിമ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. തിരിച്ചു വരണ ഓടുന്ന കാണട്ടെ. ചുണ്ട് കൊടുത്തല്ല, അത് ചെറിയ കുട്ടികളുടെ കാര്യം അങ്ങനെയാണ്. കിട്ടിയോ? കിട്ടില്ല. സ്വയം ചെയ്ത് കൊടുത്ത് ഇവിടെ ഇവിടെ ഇങ്ങനെ നോക്കി
മേലത്തോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാം. ആ അത് കിട്ടില്ല, കിട്ടും. സാധാരണ പോസ്റ്റ് കല്യാണം കാണാൻ അപ്പൊ പറ്റില്ല. അപ്പോൾ ഈ മേത്തോട്ട് ഓടിച്ചു പോകും. കണ്ണാടി നോക്കിയാൽ മനസ്സിലാവും എന്താ കുഴപ്പമില്ല. ഇതിനോട് ഈ മുകളിലത്തെ ചുണ്ടിനാണ് ശക്തി കൊടുക്കുന്നത്. അത് കീഴ്പ്പെട്ടിന് വലിക്കുകയും പുരികം ചുരേണ്ട ചുണ്ട് ചുരുണ്ട്. അത് വേറെ ഭാവമുണ്ട്, അവിടേക്ക് ആരംഭിക്കുക. ചോദിക്കുക പപ്പം ഇങ്ങനെ വരികയായിരുന്നു, ഇങ്ങനെ വരിക. ഇത് രാവിലെ എണീറ്റ് ചെയ്താൽ നല്ല ഉഷാറുണ്ടാവും. ഉറക്കമുണ്ടെന്ന് കട്ടിലിനൊക്കെ ഇതൊക്കെ ചെയ്യാം. ആ ഇതെന്തോ ആ ഇനി ഇതിന്റെയും വേഗത കൂട്ടാൻ നമുക്ക്. അതായത് നമ്മൾ പുരികം ചെയ്ത പോലെ, കണ്ണിന്റെ തടം ചെയ്ത പോലെ ഈ ചുണ്ടുകളും ഇതൊക്കെ എക്സസൈസുകളാണ്. കുറച്ച് കഴിഞ്ഞവിടെ ഇച്ചിങ് വരും, ചൊറിച്ച് വരും. അത് നന്നായി തന്നെ നമ്മൾ ചെയ്യുന്നത് നന്നാവുണ്ട്. പേശികളൊക്കെ അകഞ്ഞു തുടങ്ങി തന്നെയാണ് ചൊറിച്ച് വരും. ഇത് എത്ര ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഭാവാവിഷ്കാരക്ഷമത. മുഖം കൊണ്ട് ജോലി കാണിക്കുന്ന ആൾക്കാർ പോകും. പക്ഷെ അപ്പോ സ്റ്റേജ് ആർട്ടുകളിലൊക്കെ കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള അഭിനയമാണല്ലോ. സാധാരണ ലോകഭംഗിയായിട്ടുള്ള അഭിനയമാണല്ലോ. സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ സാധാരണ നാടകത്തിലോ അല്ലെങ്കിൽ സിനിമയിലോ ഉള്ള അഭിനയം പോലെ അല്ല ഡാൻസ്. ഈ സ്റ്റേജ് ആർട്ടുകളിലൊക്കെ കഥകളിൽ കുറച്ച് അധികം ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ മേക്കപ്പിൻ്റെ വ്യത്യാസമുണ്ട്. മോഹിനിയാട്ടന്മാരുള്ള നൃത്തമില്ല. അതിലാകുമ്പോൾ മേക്കപ്പ് കഥകളിലെ പോലെ ഹെവി അല്ലാത്തതുകൊണ്ട് അത്ര വലുതാക്കി ചെയ്യണ്ട. എങ്കിലും ഈ മസിൽസ് നമ്മുടെ കൺട്രോളിലാവാമെന്ന് കാണാം. മസിൽസ് അപ്പൊ കണ്ണിന് ശക്തി കൊടുക്കുക, പുരികം പൊന്തിക്കുക, തടം തടം ഇളക്കുക, ചുണ്ട്, ഇതൊക്കെ നമ്മുടെ പരിധിയിലാണ്. എല്ലാം നമ്മളറിയാതെ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ ഒരു ചലനം പോലും സംഭവിക്കില്ല. അതാണിത് ശരിക്കും കണ്ണിൻ്റെ ഈ സാധനം രാത്രിയിലത്തെ ക്ലാസ്സിലാണ് നമ്മളെ കൊണ്ടത് ചെയ്യുക. നമ്മുടെ രാത്രി ക്ലാസ്സുണ്ട്, വൈകുന്നേരം വെളുപ്പെടുത്തി കഴിഞ്ഞിട്ട് ആ സമയത്ത് ഈ മുഖത്തെ അഭിനയമാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്താ ഗുണം വെച്ചാൽ ഇത് നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുകയും രാവിലെ കണ്ണ് സാധനം കണ്ണിന്റെ സാധനം കൊണ്ട് രാവിലെ, മുഖപേശി ചലനങ്ങള് രാത്രിയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും നമുക്ക് രണ്ട് സന്ധ്യകളിൽ ചെയ്യുന്ന ഈ സംഗതികള് നമ്മുടെ മനസ്സിലും ശരീരത്തിലും നല്ലോണം ഉറക്കി. അപ്പൊ ഈ മസിൽ മെമ്മറി സംഗതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കമുണ്ട്. പക്ഷെ നമ്മളൊക്കെ പറയാം മസിൽ മെമ്മറി ഉണ്ട്. നമ്മുടെ മസിലിന് മെമ്മറി എന്നുള്ളത് ബ്രെയിനിന് മാത്രമേ ഉള്ളൂ. മസിലിന് മെമ്മറി ഉണ്ടെന്നുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഡാൻസേഴ്സിന്റെ പെർഫോമൻസ് കണ്ടാൽ നമുക്കറിയാം അവരെ നയിക്കുന്ന മുഴുവൻ ബ്രെയിൻ മെമ്മറി അല്ല, അതുണ്ട്. ഒപ്പം മസിൽസിനെ മെമ്മറൈസ് ചെയ്യും. അപ്പൊ നമുക്ക് പുരികം ഇളക്കണം തോന്നുമ്പോൾ നമുക്ക് കണ്ണാടി നോക്കാതെ തന്നെ നമ്മുടെ പുരികം ഇളകുന്നത് എത്രയാണ് നമുക്ക് മനസ്സിലാവും. അത് ഇത്തിരി മെമ്മറൈസ് ചെയ്യണമെന്നാണ്. പുരികം ഇളക്കുന്നതിന്റെ വേഗത നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് ഈ മസിൽസിനെ മെമ്മറൈസ് ചെയ്യണമെന്നാണ്. മസ്തിഷ്കത്തെ മാത്രം മെമ്മറൈസ് ചെയ്യാൻ നടക്കില്ല. ഒരു കാല് വെക്കുമ്പോൾ ആ കാല് വെക്കുന്നത് നമ്മുടെ രൂപം നമ്മുടെ തന്നെ മനസ്സിൽ കാണും. നമ്മുടെ രൂപത്തെ നമുക്ക് തന്നെ കാണാൻ പറ്റുന്ന അവസ്ഥ വരും. അപ്പൊ നമ്മുടെ കാല് വെക്കുമ്പോൾ ആ പോസ്റ്റർ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതൊരു തരം മെമ്മറൈസേഷൻ ആണ്. ഈ മെമ്മറൈസേഷൻ ആണ് ശരിക്ക് ഈ ഫേഷ്യൽ
എക്സസൈസ് കൊണ്ട് കൂടി നമ്മൾ ലക്ഷ്യമിടുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഓരോ ഭാവങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെയൊക്കെ മുഖത്ത് വരുമെന്ന് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ നവരസം എന്നാണല്ലോ പറയുക. എനിക്ക് നാട്യശാസ്ത്രത്തെ എട്ട് രസത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ശാന്തത്തിനെ ഒഴിവാക്കിയിട്ടാണ് നാട്യശാസ്ത്രം പറയുന്നത്. ശാന്തം എന്നുള്ളതിനെ രസമായിട്ട് കണക്കാക്കിയില്ല. അപ്പോൾ ശരിക്കും ഭാവം, രസം രണ്ട് വാക്കുകൾ നിങ്ങൾ കേട്ടോ. ഭാവം എന്ന വാക്ക് കേട്ടോ ഇല്ലേ? രസം തമ്മിൽ വേറെ വാക്ക് എന്തൊക്കെ തമ്മിൽ വ്യത്യാസം? ഭാവവും രസവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഭാരകളിൽ ഉണ്ടാകുന്ന ഭാവം ഏകദേശം ശരിയാണ്. ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറയാമെന്ന് വെച്ചാൽ അടുക്കളയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം. അടുക്കളയിൽ കബോർഡിലിരിക്കുന്ന ഉപ്പ്, പാത്രത്തിലിരിക്കുന്ന ഉപ്പ് ഭാവം. അത് രസമാവട്ടെ കൂട്ടാണ്ട് അല്ലെങ്കിൽ കഞ്ഞിയിലെടുത്ത് ഇളക്കി കുടിക്കുമ്പോഴാണ് രസമുണ്ടാവും. ഉപ്പ് അവിടെ നിന്ന് ഇരുന്നാൽ അത് ഭാവം മാത്രമേ ആവുള്ളൂ. ആ ഭാവം അവിടെ ഉണ്ട്. അത് സ്ഥായി എന്ന് പറയും. ഉപ്പിന്റെ സ്ഥായിയായ ഭാവം ഉപ്പ് രസമാണ്. ഉപ്പ് രസമാണ് അല്ലേ? അപ്പൊ ആ സ്ഥായി ഭാവത്തിന് രസമായി മാറ്റണമെങ്കിൽ ഈ കറിയുടെ പാകത്തിന് ഇളക്കി രുചിച്ചു പോകും. അതിനകത്ത് തന്നെ പറഞ്ഞത് ശരിയാണ്. രസം ഉണ്ടാക്കപ്പെടുന്ന അരങ്ങിലാണെങ്കിൽ അല്ലെങ്കിൽ ഭാവം ഉണ്ടാക്കുന്ന അരങ്ങിലാണെങ്കിൽ അതിന് രസാനുഭൂതി ഉണ്ടാവുന്നത് രക്ഷകരാണ്. അതാണ് ഭാവവും രസവും തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും നമ്മൾ ഈ ഡാൻസേഴ്സ് അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നത് ശരിക്കും ഭാവം തന്നെയാണ്. അതിനെ രസമായി മാറുന്നത് അതിനാണ് വിഭാവം അനുഭാവം എന്ന് പറഞ്ഞ സാധനം. വിഭാവം എന്ന് പറഞ്ഞാൽ ഇതൊരു ടെക്സ്റ്റാണ്. ഒരു പദം, ഒരു ഏതെങ്കിലും ഒരു വർണ്ണമോ ഒരു പദമോ എടുത്താൽ അതിലത്തെ വാക്കുകൾ, ആ വാക്കുകൾ ഇതിൻ്റെ വിഭാവമാണ്. ആ വാക്കുകളുടെ ശക്തി കൊണ്ടാണ് ഈ രസത്തിനെ ഈ ഭാവത്തെ, ഭാവം, വിഭാവം, അനുഭാവം. അനുഭാവം കൊണ്ട് നമ്മൾ പേ ചെയ്യുന്ന സാധനമാണ്. മുഖം കൊണ്ട് മുഖപേശി ചലനങ്ങളാണ് ശരിക്കും അനുഭാവം. അപ്പോൾ ചിരിക്കുക, കുടി കടക്കുക, ചുണ്ട് കൂട്ടുക, അങ്ങനെ ആ മുഖപേശി ചലനങ്ങളാണ് അനുഭാവങ്ങൾ. വിഭാവം എന്ന് പറയുന്നത് ടെക്സ്റ്റ് മനസ്സിലായില്ലേ? ഒന്ന് വ്യക്തമാകണം. ഇപ്പോൾ എന്താ ഒരു ഉദാഹരണം പറയുക, ഏതെങ്കിലും പറഞ്ഞു പറയും പരിമതി മുഖി ബാലേ എന്നാണെങ്കിൽ ആ പരിമതി മുഖി ബാലേ എന്നുള്ള ആ വാക്കുകൾ ആ സന്ദർഭത്തെ യോജിപ്പിക്കണം. അപ്പൊ നായിക അല്ലെ സഖിയോട് പറഞ്ഞു അല്ലെ, ഇത് പറയുന്ന ആ പരിമതി മുഖി ബാലേ എന്നുള്ള പദം, ആ വാക്ക് ഇതിന്റെ വിഭാവമാണ്. ഇവരുടെ ഈ ഭാവത്തിലുള്ള വിഭാവമാണ്. അതിന്റെ അനുഭാവമായിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ വിരഹം നൽകിയോ അതിന് ദുഃഖം നൽകിയോ ശൃംഗാരം നൽകിയോ ചെയ്യുന്നത് ഈ അനുഭാവമാണ്, ഈ മുഖത്തെ കേസുകൾ. അപ്പൊ വിഭാവവും അനുഭാവവും കൂടി സംയോജിക്കുമ്പോഴാണ് രസകരം. വേറെ ഉദാഹരണം പറയാം. ആ ഒരു 3 ആനകളെ കയറ്റി എഴുന്നേൽക്കും. ഭാവം അപ്പുറത്തിപ്പുറത്ത് രണ്ട് ആനകളെ നിർത്തുന്നത്. ഇതിന് ഉയരം കൂടിയ ആന നൽകുന്നു. ഇതിന് ഉയരം കൂടുതലെന്ന് അറിയാൻ പറ്റില്ല ഈ രണ്ടാളെ പുറത്ത്. അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് എന്നാൽ ഒരു ആന അത്രയും ഉയരം കയറ്റി എഴുന്നള്ളിക്കാൻ നമ്മൾ പറഞ്ഞ വാക്ക് തന്നെ അല്ലേ? അപ്പോ ഈ ഭാവത്തെ കയറ്റി എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ടാണ് വിഭാവവും അനുഭാവവും നിൽക്കുന്നത്. അപ്പൊ എന്താ ഈ രസമായിട്ട് മാറും. അപ്പൊ വിഭാവവും അനുഭാവവും അപ്പുറത്തപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ ഭാവം രസമായിട്ട് മാറും. കുട്ടികൾക്ക് മുഴുവൻ മനസ്സിലായിട്ടാവില്ല, കുട്ടികൾ കഴിഞ്ഞ മനസ്സിലാവും. കുഴപ്പമൊന്നുമല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ വിചാരിച്ചത് ഓരോ ഭാവങ്ങളും സ്ഥായി സഞ്ചാരി ഭാവം, സ്ഥായി ഭാവം, ശൃംഗാരം എന്നുള്ളതിന്റെ സ്ഥായി. അതെന്താണ് സ്ഥായി? അപ്പൊ ആ സ്ഥായി നിലനിർത്തിക്കൊണ്ടേ നമുക്ക് ശൃംഗാരം എന്നുള്ള രസം ഉണ്ടാക്കാം. ആ ഭാവം നിലനിർത്തിക്കൊണ്ടേ നമുക്ക് രസം ഉണ്ടാക്കാൻ പറ്റും. അത് ശൃംഗാരത്തിന്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് രതി ആണെന്ന് പറയും. രതി എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് പൂവിനോട് തോന്നുന്ന ഇഷ്ടം അമ്മയ്ക്ക് കുട്ടിയോട് തോന്നുന്നത്. ഇങ്ങനെ രതി എന്ന് പറയുമ്പോൾ ഒരേ ഒറ്റ പാറ്റേണിലും അല്ല, ഒരു സംഗതി മാത്രമല്ല. അതിപ്പോ നായകനും നായികയും തമ്മിലുള്ളത് ശൃംഗാരം. അപ്പൊ അത് മാത്രമല്ല ശൃംഗാരം. ശൃംഗാരം എന്നുള്ളത് ഒരു വസ്തുവിനോട് നമുക്ക് തോന്നുന്ന ഇഷ്ടമുണ്ട്. അത് അവിടെ ചിലപ്പോൾ അവനവനോട് തോന്നും, നമുക്ക് നമ്മളോട് തോന്നും. നമ്മൾ കണ്ണാടി നോക്കിയാൽ നമ്മുടെ കണ്ണാടി നോക്ക് നന്നായിട്ടുണ്ടല്ലോ എന്ന് നമ്മളൊന്നും വിചാരിക്കില്ല. അവിടെ നമുക്ക് അവിടെ രതിയുടെ അംശമുണ്ട്. അപ്പൊ ഈ രതിയാണ് സ്ഥായി ഭാവം.
അതിനെ ശൃംഗാരമായി മാറ്റാൻ വേണ്ട കുറച്ച് തന്ത്രങ്ങളുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ ശൃംഗാരം നിങ്ങളുടെ മുഖം കാണാനില്ലേ? പ്രൊഫൈല് കാണാണ്ടാവുള്ളൂ. അത് കണ്ടാൽ മതി. ഹൈദരാബാദിലും ബോംബെയിലൊക്കെ മാത്രമാണല്ലേ. അപ്പോ ആദ്യം വേണ്ടത് നമ്മളൊരു സംഗതി സങ്കല്പിക്കുക. ഞാൻ ആരാണ്, ഞാൻ ഇപ്പൊ എന്താണ് കാണാൻ പോകുന്നത്, അത് അവനവന്റെ ഭാവന. ഇപ്പൊ നായകൻ നായികയാവണമെന്നില്ല എന്ന് ഞാൻ അതാ പറയാൻ. വളരെ വളരെ പ്രസന്റ് ആയിട്ടില്ല. നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നു, കണ്ടു, ആ വസ്തു നമുക്ക് സന്തോഷദായകമാണ്, നമുക്ക് സന്തോഷം നൽകും. കണ്ടു, നമ്മൾ സന്തോഷം നൽകും. അപ്പൊ നമ്മൾ ബ്രീത്തിങ് ചെയ്യാം. നമ്മൾ ശ്വാസം, അപ്പൊ ശ്വാസം ഉള്ളിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ മുഖം അറിയാതെ വികസിക്കാൻ പോലെ തോന്നും. വികസിക്കണമെന്നില്ല, ആളുകളെ മുഖം തന്നെ ഉള്ളൂ. പക്ഷെ അപ്പൊ കണ്ടു, നാളെ എടുത്ത ബ്രീത്ത് ഉണ്ടോ? ബ്രീത്തിങ് വന്ന സാധനം പതുക്കെ ചെയ്തു ആദ്യ ഘട്ടത്തിലായിരിക്കും. അപ്പൊ നിങ്ങൾ കൈ കെട്ടിയിരിക്കുന്നു, വളരെ സന്തോഷമായിരിക്കുന്ന അവസ്ഥ. ആ സമയത്ത് പതുക്കെ ഇടത് ഭാഗത്ത് ഒരു വസ്തു കണ്ടു, കണ്ടു, കണ്ടത് നമുക്ക് ഇഷ്ടമായി. ഇഷ്ടമായതായിരുന്നു എന്നിട്ട് പതുക്കെ, അത് നമ്മുടെ നിയന്ത്രണത്തിലാവട്ടോ. ബ്രീത്തിങ് ചെയ്യണത് അത്. ഇനി ഇതിൽ കുറച്ചുകൂടി ഫ്ലേവർ ചേർത്താനുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഒരു സാധനം കാണുന്നു, നമ്മൾ നേരത്തെ പഠിച്ച അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ച കുരുകളൊക്കെ കിട്ടും. അത് കണ്ടു, ചിരിച്ചു. കുരുക അടക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഇതേ ചെയ്ത സാധനം കുരുകളൊക്കെ നിർത്തുക. അപ്പോൾ കണ്ടു, ചിരിച്ചു, അപ്പൊ തന്നെ ചെയ്തു. ആദ്യം കണ്ടു, ചിരിക്കുക, കുരുകളക്കുക. കുരുകളൊക്കെ നിർത്തി നമ്മൾ നേരത്തെ ചെയ്ത ബ്രീത്തിങ് ചെയ്ത് അത് റെസ്റ്റ് ചെയ്യണം. കുരുകളക്കി അത് നിർത്തി. എന്നാലും മനസ്സിലാവും. ഓരോന്നും ഉച്ചത്തിൻ്റെ നമ്മൾ വർത്തമാനം പറയുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ കൃത്യമാണെന്നാണ് പോലെ. ഇതിന്റെ കൂടെ ഒരു ഉപാന്തരത്തിന്റെ സാധനം കൂടി പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാകും ചെയ്യാം. അത് കഴുത്തിറക്കരാം. അപ്പൊ എന്തായി? കണ്ടു, ചിരിച്ചു, കുരുകിറക്കി, കഴുത്തിറക്കി. അപ്പൊ കഴുത്തിറക്കലും വേണം, കുരുകിറക്കലും വേണ്ടോ? എന്നിട്ട് രണ്ടും നിർത്തുക. കഴുത്തിറക്കലും കുരുകിറക്കലും നിർത്തി. എന്നിട്ട് ബ്രീത്തിങ് ചെയ്യുക. ബ്രീത്തിങ് ചെയ്യുമ്പോൾ ചിരി കുറച്ച് കുറയ്ക്കുക. അതെ, നിങ്ങളുടെ ശരി. ആ ബ്രീത്തിങ് ചെയ്യുമ്പോൾ പതുക്കെ കുറയ്ക്കുക. എന്നിട്ട് അത് വീണ്ടും ചിരിച്ച് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാനൊരു താളം വരാം. അതാ ഉപയോഗം. തെയ്യം 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 അങ്ങനെ താളം ഉണ്ടെന്ന് ചോദിക്കാം. അപ്പൊ തെയ്യം 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 ബ്രേക്കിന്റെ സമയം കൊണ്ടുണ്ടോ. ഇനി ഇതിൽ തന്നെ ഒരു വേറെ ഫ്ലേവറും കൂടി ചേർത്ത കുറച്ചും കൂടി രസമാവും. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കല്ലേ ഇത്. നമ്മൾ നേരത്തെ
ചെയ്ത സംഭവം കണ്ണിന്റെ തടം കൂട്ടിയിട്ട് ഇതിനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കും. ഇങ്ങനെയല്ലാതെ നമുക്ക് ഇങ്ങനെ നോക്കിയ ആ നോട്ടത്തിന് പകരം ഇങ്ങനെ നോക്കാം. അപ്പോ തുടക്കം അവിടെ കണ്ടു മാങ്ങ ചക്കയല്ല തേങ്ങ. എന്നിട്ട് അതുപോലെ തന്നെ ഒറ്റ വ്യത്യാസമുള്ള ഈ നോട്ടം അത്ര വൃത്തം കണ്ണോണ്ട് വരും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഇനിയിപ്പോ രണ്ട് പുറത്തേക്കും ചെയ്ത് ശരിക്കുന്നുണ്ടോ? ഒരു ഭാഗത്ത് മാത്രം ഇപ്പൊ വലതുവശത്ത് മാത്രം ചെയ്താൽ അതുപോലെ നമുക്ക് ഇടതുവശത്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇടതുവശത്ത് നോക്കിയപ്പോൾ തന്നെ വലതുവശത്ത് രണ്ട് ഭാഗത്തേക്കും ചെയ്യാൻ ശീലിക്കണം. ആ നോട്ടം ഇങ്ങനെ നോക്കുന്നത് കണ്ണ് ഇതിന് കടക്കണ്ണെന്നാണല്ലോ പറയാം. ഒരു നോട്ടം ഈ കടക്കണ്ണിലെ അവിടെ നിർത്തണം. അപ്പൊ നമ്മുടെ ടെസ്റ്റ് ഇങ്ങനെയാണ് അല്ലേ? എന്നിട്ട് ഇങ്ങനെ വയ്ക്കാൻ അതിന് കൂടുതൽ ഭംഗി ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ അതിലേറെ ഭംഗി ഉണ്ടാവും. അപ്പൊ ഇതിപ്പോ നമ്മൾ ഇങ്ങനെയല്ലേ നോക്കിയേ അവസാനിപ്പിക്കുമ്പോൾ വെച്ചാൽ ആ നോട്ടം ഇങ്ങനെ കൊണ്ടുവരുന്നത് അവസാനിപ്പിക്കും. അപ്പൊ വേറെ ഭാവം വരും. കാണിച്ചു തരാം. പാട്ടിനെ ഇങ്ങനെ നോക്കി മനസ്സിലായി. കണ്ണിൽ വരണമൊന്നുമില്ല. അപ്പൊ ഇന്നലെ പോയ കണ്ണ് അവിടെ ഇങ്ങനെ വരും. ആ പൊരികൾക്ക് കഴിച്ചതിൽ അവസരമില്ല. അതിന്റെ കൂടെ പോയില്ല. ഇനി വേറൊരു കണ്ണിന്റെ എക്സസൈസ് എന്ന് പറയാവുന്ന സംഗതി ചെയ്യണത് നമ്മളിനകത്ത് കണ്ണിന്റെ തടം കൂട്ടുക കാണിച്ചു. അത് ഉപയോഗിച്ച് ചെയ്യാനുള്ള സാധനമാണ്. പലതായിട്ട് കാണുക. 1 2 3 തിരിച്ചു നീങ്ങും. 1 2 3 പഞ്ചപാതി 1 2 3 1 2 3. അപ്പൊ എന്താ നോട്ടം നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഒന്ന് നോക്കി പിന്നെ അവിടെ നിന്ന് വരച്ച് കിട്ടുന്നു. ഒന്നും അതായത് ഇവിടെ നോക്കി കണ്ടു, അടുത്ത കണ്ടു, കണ്ടു, തിരിച്ചിങ്ങോട്ട്. നമ്മൾ ഇങ്ങനെ ഇരിക്കണമെന്ന ഇത്രയും സംഭവം നടത്തുള്ളൂ. തല വെട്ടിച്ച് തിരിച്ചു നോക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? കണ്ണിന്റെ ഈ തടം കൂട്ടിയിട്ട് അവിടെ നടത്തുള്ളൂ. കാരണം ഇത് ഓരോന്നിലും ഓരോ അതായത് ഒന്ന് കണ്ടു, ഒന്ന് കാണിച്ചു, അടുത്തത് കണ്ടു, ഒന്ന് കുരികളക്കി, അടുത്തത് കണ്ടു, കഴുത്തറക്കി. ആദ്യത്തെ ഒന്ന് കണ്ടു ചിരിച്ചു, രണ്ടാമത്തെ ഒന്ന് കണ്ടു ചിരിച്ച് കുരികളക്കി, മൂന്നാമത്തെ ഒന്ന് കണ്ടു ചിരിച്ച് കുരികളക്കി കഴുത്തറക്കി. അങ്ങനെ മൂന്നെണ്ണം ചിരിക്കാൻ ഇതന്നെ ശരിയാവുന്നുണ്ട്. എന്ത് വേണമെന്ന് എനിക്ക് അറിയില്ല. നോക്കട്ടെ, ഒന്നും നോക്കാം. ഞാൻ ഓരോന്ന് സമയം ചെയ്താണ്. ഒന്ന് കണ്ടു ചിരിച്ചു, അടുത്ത് കണ്ടു ചിരിച്ച് കുരികളക്കി, അടുത്ത് കണ്ടു കുരികളക്കി കഴുത്തറക്കി. മൂന്ന് വസ്തുക്കൾ മനസ്സിൽ കണ്ടു. ആദ്യത്തെ നിങ്ങൾക്ക് ഇഷ്ടമായി, പക്ഷെ കുറച്ചും കൂടി ഇഷ്ടമായി, മനോഹരമാണ്. അടുത്ത് അതിലേറെ മനോഹരമാണെന്നുള്ള ഉള്ളിലുണ്ടായാണ്. 3 വസ്തുക്കൾ കാണുന്നു. 3 വസ്തുക്കളിലും ആ വസ്തുക്കളും നിങ്ങളിൽ ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കും. അപ്പൊ ആദ്യത്തെ നമ്മൾ സന്തോഷമായി, ഇത് അത്യധികം സന്തോഷമായി, അതിലേറെ സന്തോഷമായി. ഇപ്പം തിരിച്ചിട്ടുള്ളൂ. അതുപോലെ പ്രാക്ടീസ് 2 സൈഡിലേക്കും പ്രാക്ടീസ് ചെയ്യണം. ഇത് നല്ലതാണ് ഇങ്ങനെയായിരുന്നു. കാരണം ഇത് പലതായിട്ട് കാണുക, അത് ഇപ്പൊ എല്ലാ മൂന്നാമതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് നോക്കി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇത് ആവശ്യപ്പെട്ടതാണ്. അതായത് ഒന്ന് നോക്കി അതിന് അപ്പോഴേക്കും നമ്മൾ വല്ലാതെ ബലം പിടിക്കേണ്ട കാര്യമില്ല. അതായത് തലയെക്കൊണ്ട് റിലാക്സ് ചെയ്താൽ മതി സംഭവം. ഇനി നേരത്തെ നമ്മൾ ചിരിക്കുക, ചിരിച്ചിട്ട് മറ്റൊരാളെ നോക്കി ചിരിക്കുമ്പോഴാണ് ആളെ പരിഹസിച്ച് ചിരിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ ചിരി, ആ ചിരിയിലേക്ക് നമ്മൾ ചിരിക്കുന്ന പതുക്കെത്തിനാണ് ചിരി തന്നെ. അതായത് നമ്മൾ ചിരിക്കുകയാണ് ചെയ്യണം. അതെ, ചിരിക്കുകയാണ് ചെയ്യണം.
ചിരിച്ചുകൊണ്ട് ചുണ്ടിൽ ഇടില്ല, ചിരിച്ചുകൊണ്ട് ചുണ്ടി തൊഴിലില്ല. ചിരിക്കണം, നല്ലോണം പറഞ്ഞാലുള്ളിൽ. എന്നിട്ട് ഈ കണ്ണ് മോളിലേക്ക് കാണിച്ചു തരാം. അതായത് കണ്ടോ, ചെയ്ത് നോക്കിക്കോളൂ. ഇതൊക്കെ വീട്ടിന് ആവശ്യപ്പെടരുത്. ആ ഒന്ന് ഇടത്ത് സൈഡിൽ നോക്കൂ. ആ അങ്ങനെ നോക്കണ്ട. ആ എന്നിട്ട് ചിരിച്ച് നല്ലോണം വിളിച്ചു. ഇപ്പൊ ഇയാളൊരു കാര്യം മനസ്സിലായ ചിരിക്കും, നല്ലോണം ചിരിക്കുന്നു. അത് ചിരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പത്തിൽ കാര്യമുള്ളതിലേക്ക് പോകും. ചിരിക്കാതെ ചുറ്റി കീഴ്പ്പെട്ടൊക്കെ ആയിപ്പോകും. അതല്ല വേണം, ചിരിക്കണം. എന്നിട്ട് കണ്ണ് രണ്ട് കാര്യം കണ്ടോ മോളിൽ കാണിക്കുന്ന നോക്കും. എന്നിട്ട് അവരുടെ മുഖത്തുനിന്ന് അല്ലെങ്കിൽ അവളുടെ മുഖത്ത് കലണ്ടിരിക്കുക. ഇനിയിപ്പോ ഈ ദുഃഖം വരുമ്പോ, ദുഃഖം അഭിനയിക്കുമ്പോ ഞാൻ നമ്മുടെ ഈ ഉപാംഗങ്ങൾ നമുക്ക് പുരികം, കണ്ണ്, കടം, കവിൾത്തടം, ചുണ്ട്, മൂക്ക് അത് ഘടക. ദുഃഖം അഭിനയിക്കുമ്പോഴാണ് ഈ മൂക്കിന്റെ പ്രയോഗം ഏറ്റവും കൂടുതൽ. അത് മൂക്കാണ് ഇവിടെ നമ്മൾ ഉള്ളിൽ വയ്ക്കുക. അതായത് ഇന്നും കാണില്ല പുരികങ്ങളൊക്കെ പുരികം തോന്നിട്ടുണ്ട്. ഞാൻ പറയാതെ നിങ്ങളൊരു സാധനം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു. ബ്രീത്ത് നമ്മൾ നോർമൽ ബ്രീത്തിൻ്റെ ഇരട്ടി സ്പീഡിലൊന്ന് ബ്രീത്ത്. സാധാരണ ഇപ്പൊ നിങ്ങളത് അറിയാതെ വന്നു. ശ്ലോകം അഭിനയിക്കുന്നത് പറയുന്നത് നാട്യശാസ്ത്രകാരൻ തന്നെ പറയുന്നത് പെട്ടെന്ന് ഉച്ഛ്വാസ നിശ്വാസങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കണം. അത് സ്വാഭാവികമായിട്ട് പറഞ്ഞതാണ് ഈ സാധനം. ഇത് നേരത്തെ ചെയ്ത പോലെ പോസ്റ്റർ വന്നപ്പോൾ നേരത്തെ അഭിനയം അതുപോലെ ഒരു കാര്യമില്ല. കൈ രണ്ടിനും ചേർത്ത് പിടിക്കുക, മാറുന്നു മാറും. എന്നിട്ട് ഇതൊന്ന് അഭിനയിച്ചു ഇങ്ങനെ വേണമെന്നില്ല, മതി പിടിച്ചിട്ടുണ്ട്. അതിന് മുട്ടൊക്കെ കാണുന്നുണ്ട്, ഒട്ടും വില കൊടുക്കണ്ട. അത് ചെയ്തോളൂ. കുറച്ചൊന്ന് ഷോൾഡറൊക്കെ പൊന്തിക്കാം. ചെറുതായിട്ട് നമ്മൾ ഈ ബ്രീത്തിങ് ചെയ്യുന്ന സംഗതി പ്രേക്ഷകരിക്കാൻ ചെറുതായിട്ട് ഇനി കണ്ണിന്റെ കണ്ണ് തുറക്കുക, നല്ലോണം തുറക്കുക പരമാവധി. എന്നിട്ട് ഉത്സാഹമാണ് സ്ഥായി, ഡൾനെസ് അല്ല, ഭയങ്കര ഏകാഗ്രത കാര്യമില്ല. എന്നിട്ട് നിങ്ങൾ കണ്ണ് നല്ലോണം തുറന്ന് നമ്മൾ ആദ്യം ചെയ്ത് കണ്ണ് ഇങ്ങനെയാണ് പോകുന്നത്. കണ്ണ് ആറ്റുന്നത് എന്നിട്ട് വന്ന് നേരെ വന്നാൽ തന്നെയായിരിക്കും. രാവണനാണെന്നൊക്കെ വിചാരിക്കുന്നത് സ്വയം അമ്പട ഞാനേന്നൊക്കെ പറയും. കണ്ണ് നല്ലോണം തുറന്നിരിക്കും. ഡീപ്പായിട്ട് ഡീപ്പ് അത് ഒരു ടെൻഷനും കണ്ണ് നല്ലോണം തുറന്നു. ഇനി അതൊക്കെ ഒരു ചെറിയ ചിരിയും കൂടി ചേർക്കാം. അതെന്തായി
കാണണ്ടേ? ആ തുറന്നു വളഞ്ഞു നോക്കുന്നു കൊണ്ടുപോകുന്നു. നാലെണ്ണൊക്കെ ഞാൻ അതിനൊരു സൂത്രവിദ്യ നല്ലതിനും ഡെക്കറേറ്റ് 4 മുദ്രകൾ ഞാൻ കാണിച്ചാൽ നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്മളെന്തായാലും ശൃംഗാരം സുന്ദരി എന്നൊരു മുദ്ര ഉണ്ട് കഥയ്ക്ക്. ഇടത് കൈ ഇങ്ങനെ പിടിക്കുക. കാണണ്ടോ? കണ്ടു? ആ വലത് കൈ ഇങ്ങനെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് വേറെ പതുക്കെ ഇളക്കണം എന്നൊക്കെയാ പറയാ. അത് ഇളകൊന്നൊക്കെ അറിയില്ല. ആ അങ്ങനെ വന്ന് ഇവിടെ വന്ന് പിടിക്കുക. മുദ്ര ഇത്രയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് എടുത്ത് ഇവിടെ വന്ന് അവസാനിക്കുക. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം പഠിച്ച ആദ്യം നോക്കിയ സംഭവം ഞാൻ കാണിച്ചു തരുന്നു. സ്വാധീനമൊക്കെ ഉണ്ട്. അഡീഷണൽ വന്നിരിക്കുന്ന കാറ്റ് നോക്കാം. ആദ്യം വെറുതെ മുദ്ര നോക്കാം. അത് മുദ്ര കാണിക്കും. ഭാവത്തിന് വരണം. ആ ഇടത് കൈയില് ഇങ്ങനെ, ഇടത് കൈ ഇങ്ങനെ. ആ അത് ഉള്ളിലേക്ക് മുകളിൽ വലത് കൈ. ആ എന്നിട്ട് അത് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വന്ന് 2 കൈയും സമം. വലത് കൈ വലത് കൈ വന്നു. അത്രയുള്ള മുദ്ര. ഇനി മുദ്രയ്ക്ക് കണ്ണ് നടക്കേണ്ടത് ഇങ്ങനെ ഒരു വസ്തുള്ള ആളുകൾ വട്ടത്തിലാണ്. അത് ഇടതുവശത്ത് ഇങ്ങനെ തുടങ്ങി കണ്ണിങ്ങനെ വന്ന് വലതുവശത്ത് വന്ന് നേരെ നിന്ന് നിർത്തി. എന്നിട്ട് നമ്മൾ ആദ്യം പഠിച്ച പോലെ ചിരിച്ച് കുരുകിളക്കി കഴുത്തൊക്കെ ഇളക്കി കണ്ണ് അടിയിലൂടെ നോക്കി അവിടെ കണ്ടു. ചിരിച്ചു, കുരുകിളക്കി, ചിരി കുരുകിളക്കി കഴുത്തൊക്കെ നിർത്തി ശ്വാസം ഉള്ളിലേക്ക് എടുത്തു. അത് വിട്ടു, വീണ്ടും ചിരിച്ചു. ആ ചിരിച്ച് കുരുകിളക്കുന്നതിൽ നമ്മൾ ഇതിലേക്ക് ഇനി വേറെ ഞാൻ കാണിച്ചുതരാം. ആസ്വദിക്കുന്നു. ഇത് കാണിക്കാൻ പറ്റും. ഇതൊക്കെ പോകാം. അതിന് ഡെക്കറേഷൻ വെക്കാണ്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ നോക്കിയില്ലേ ആശയം അഭിനയിക്കുമ്പോൾ അത് തന്നെ. ഇനി ദുഃഖം എന്നൊരു മുദ്രയുണ്ട്. കാരണം മോനടുത്ത് പഠിച്ചിട്ടുണ്ടാവുന്നത് എളുപ്പമുള്ള മുദ്രയാണ്. അങ്ങനെ കാണിച്ചുകൊണ്ട് പക്ഷെ അതിന് കാണിക്കുമ്പോൾ എന്താ കണ്ടില്ല. നമ്മൾ നേരത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചേർത്ത് ഒരു 3 പ്രാവശ്യം വേണം. ഇനി ഇപ്പോഴത്തെ ഇതൊക്കെ ശൃംഗാരം കാണിച്ചു, ഹാസ്യം കാണിച്ചു, ഞാൻ രൗദ്രം ഇതിനകത്ത് കാണിപ്പിക്കാൻ കാണിച്ചോ. അതിന് കുറച്ച് എക്സസൈസ് ചെയ്തിട്ട് കാണിക്കാൻ കാര്യമുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം അതാണ്
ആയിക്കോട്ടേന്നോ നെയ്യോന്നു അത് വീരം കാണിച്ചില്ലേ വീരം എന്നുള്ളത് കാണിച്ചില്ലേ വീരം എന്നുള്ളത് വളരെ എളുപ്പത്തിൽ മുദ്ര കാണിച്ചാൽ ഞാൻ എന്നൊരു മുദ്ര ഉണ്ട് വളരെ എളുപ്പത്തിൽ കാണിക്കുന്നത് ഈ കൈ ഒരു കൈയോടെ അരയിൽ വെച്ച് മറ്റേ കൈയോട് അത് ഏത് കൈയാണ് നിങ്ങൾക്ക് സ്വാധീനം അതൊന്നും ഇങ്ങനെ നേരെ കാണും എന്നിട്ട് നേരത്തെ നമ്മൾ നോക്കിയാൽ മാത്രം കിട്ടാം നോക്കാം അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ എടുത്തു നമ്മുടെ കണ്ണിന് തലം കൂട്ടാൻ നമ്മൾ വിദ്യ ഇവിടെ ഉപയോഗിക്കാം കണ്ണിന് തലം കൂട്ടി ഇട്ടു ഞാൻ കണ്ടു പോലെ നേരെ നോക്കിയിരിക്കുക കണ്ണിൽ ചെറുതായിട്ട് കയറ്റിട്ട് ചിരിച്ച് കുരികൾ നേരം കാണട്ടെ കുരികൾ മുകളിലേക്ക് നോക്കണ്ട ദൃഷ്ടി ഞാൻ പറഞ്ഞു ഐ ലെവൽ എന്ന് പറഞ്ഞു വെച്ചാൽ മൂക്കിന്റെ ലെവലിൽ ദൂരെ നോക്കുന്നത് അല്ലെങ്കിൽ മെയിൻ ദൃഷ്ടി ഇനി കഴുത്തറക്കുക അതൊക്കെ കഴുത്തറക്കാൻ പഠിക്കാൻ ഒരു രണ്ട് കൈ ഇവിടെ കളിക്കാം എന്നിട്ട് തല ചെരിക്കാതെ ഈ ചെവി കൈകൊണ്ട് പിടിപ്പിക്കാൻ പറ്റും തല പറ്റും അപ്പൊ എന്നിട്ട് ഒന്ന് കഴുത്തിറങ്ങിയിട്ട് പുലി കളിക്കുക ഇന്നത്തെ കഴുത്തിറങ്ങുക പുലി കളിക്കുക അങ്ങനെയാ ജീവിക്കുക കണ്ണ് നേരെ നോക്കണം കണ്ണ് എന്താ ദൃഷ്ടി ഇളകരുത് ഇല്ല അവിടെ എനർജി കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഈ ഇളക്കി തന്നെ കുറച്ച് താഴേക്ക് വരിക ഇനിയാണ് നമ്മുടെ വിവാദമായ ബുദ്ധിമുട്ടേറിയ അത് ആദ്യം തന്നെ കണ്ടു നോക്കൽ ബുദ്ധിമുട്ടായിട്ട് കുറെ ആൾക്കാർ നമ്മളെ ഏറ്റവും എളുപ്പമുള്ള എക്സസൈസ് പലതായിട്ട് അടുത്തത് ഇനി കണ്ണുകൾ ഞാൻ കണ്ണ് തുറന്നു കൊടുത്തിട്ട് ഞാൻ കാണിച്ചത് വെറുതെ വട്ടത്തിൽ ഇങ്ങനെ നോക്കാം തല ചിക്കുന്നുണ്ട് അല്ല തല കൊണ്ട് മനസ്സിലാക്കുന്നത് കണ്ണ് മാത്രം പതുക്കെ സാവധാനം ശരി ഇനി രണ്ട് എൻഡിലേക്കും അതായത് രണ്ട് എൻഡിലും കണ്ണ് തുറന്നു നല്ലോണം തുറന്നു മുട്ടാൻ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന വേഗം ചെയ്താൽ മതി അല്ലാണ്ട് അതിന്റെ എക്സ്ട്രീം അല്ല അതിൽ പോയി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൃഷ്ണമണി ഇവിടെ നിൽക്കും മറ്റയാൾ അവിടെ പോകും നമ്മളറിയില്ല കഴിഞ്ഞാൽ എവിടെ നോക്കുമ്പോഴും അങ്ങനെ പ്രശ്നം വരും നോക്കുമ്പോൾ ഒരു കൃഷ്ണമണി പതുക്കെ വരും ആ കേട് പിടിക്കും അത് ആവണ വേഗത്തിൽ നോക്കാം ഇനി മുകളിലേക്കും താഴേക്കും അത് ഇതുപോലെ തന്നെ അത് കുറച്ച് ദൂരെ വിട്ട് ശരീരത്തിന് വിട്ട് താഴേക്ക് നോക്കാം താഴേക്ക് നോക്കുമ്പോൾ മുഖത്തിൽ വരുന്നു മുകളിലേക്കും താഴേക്കും കണ്ണ് കോണൊന്നുമില്ല ഈ കോണോട് കോണം ഈ കോണിൽ നിന്ന് ഈ കോണിൽ നമുക്ക് കാണിച്ചു തരാം കാണാണ്ടോ ഓണ്ടൻ രണ്ട് കോണിൽ ഇടത്ത് മുകളിൽ വലത്ത് താഴെ ആദ്യം അതാണ് ചെയ്യാം അതിന് തന്നെ പോകും ഇനി ആ രണ്ടെണ്ണം കൂടി കൂട്ടി യോജിപ്പിക്കുക അപ്പൊ എന്തായി
ഇവിടെ നിന്ന് വന്ന് ഇവിടെ പൊന്തി ഇവിടെ നിന്ന് വരിക. ഇങ്ങനെ ഇപ്പോ നമ്മളിപ്പോ ഒരാളെ കൈ കൊണ്ട് കാണിക്കാതെ വിളിക്കുന്നു ഇല്ലേ? വിളിക്കുമ്പോ അതിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇത് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ചിരിച്ച് കാണും. കണ്ണുകൊണ്ട് വിളിക്കാം. കണ്ണുകൊണ്ട് വിളിക്കണേ കൃത്യം അവിടുന്ന് അത്ര വേണ്ടി അന്നേരം പോകണ്ടത്. ഇത് തന്നെ അപ്പോ ആദ്യം നോക്കി, അതൊന്നും വിശദമായിട്ട് കാണിക്കാതെ ആദ്യം നോക്കി എന്നിട്ട് വീണ്ടും നോക്കി എന്നിട്ട് ഇല്ലേ അപ്പൊ വീണ്ടും അതിന് കണ്ണ് മാത്രമല്ല ശരീരം മുഖവും ശരീരവും കൂടെ കൂടും. കണ്ണുകൊണ്ട് മാത്രമല്ല. അപ്പൊ വീണ്ടും നോക്കി ഇവിടുന്ന് എടുത്ത് കൈ മറത്തി പിടിക്കാം. അവിടുന്ന് നമ്മുടെ കൂടെ ഒരാളുണ്ട് വിചാരിക്കാം. നമ്മൾ അയാളുടെ കൈയിനെ പിടിച്ചിരിക്കുക. അയാളെ പിടിച്ചു തീർന്നത് അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അയാളെ ഒരു എന്തോ ഒരു വസ്തു കാണിച്ചു കൊടുക്കണം. വീണ്ടും അയാളുടെ മുഖത്തിൽ നോക്കി. അപ്പൊ അയാൾ വേറെ വേറെ നോക്കിയിട്ട് അപ്പൊ വീണ്ടും അതാ പിന്നെ നോക്കി. എന്നിട്ട് മനസ്സിലായോ? ഒരു കൈ പിടിച്ചോളുന്നില്ല, നിങ്ങളെ സൗകര്യം പോലെ. എന്നിട്ട് ഇവിടുന്ന് നോക്കിയിട്ട് ശരിക്കും അതിന് മുമ്പ് വേണ്ടത്, അത് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാത്തതല്ല, നിങ്ങളതിന് വലിയ ബുദ്ധിമുട്ട് വേണ്ടത്. എനിക്ക് വേണ്ടത് ഇങ്ങനെ കാണാം. ആ കണ്ട സാധ്യതയാണ് ഇയാളെ കാണിച്ചു കൊടുക്കുന്നത്. എന്റെ മോഹം അതാണ്. പക്ഷെ നിങ്ങളതൊന്നും നേരെ എനിക്ക് തോന്നില്ല. ഒറ്റയ്ക്ക് ചെയ്യൂ. ഇങ്ങനെ മൂന്നായിട്ട് കണ്ടു. നമ്മൾ നേരത്തെ കണ്ട സാധനം അത് കണ്ടു. എന്നിട്ട് അതിങ്ങനെ വന്ന് നോക്കി. എന്നിട്ട് ഇയാളുടെ മുഖം നോക്കി. എന്നിട്ട് ഇയാൾക്ക് ഭാവത്തെ നോക്കി. എന്നിട്ട് ഇത് നോക്കി കണ്ടു. ആ ഇനി അവിടെ കണ്ണ് ആ ഇനി കൈ എടുത്തിട്ട് നീ ഇത് സെയിം ഈ ആ കാണിച്ചു കൊടുക്കുന്നതില് ചെറിയൊരു കള്ളത്തിൽ കാണിച്ചാൽ മതി. കണ്ണ് മാത്രമല്ല, കണ്ണ് മാത്രം എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരം മുമ്പ് ചാഞ്ഞു. ശരീരം ചെറുതായിട്ടൊന്നും അനങ്ങിയാൽ തന്നെ ആ പറയും. കണ്ണ് മാത്രം എന്നോട് പറയരുത്. കണ്ണ് മാത്രമല്ല, അതിന്റെ ബാലൻസ് ശരീരം ചെറുതായിട്ട് അനങ്ങി. ശരി, ഇനി കണ്ണുകൊണ്ട് മാത്രം മുഖം മൊത്തം തിരികെ കണ്ണുകൊണ്ട് അവിടെ വാങ്ങി അവിടുന്ന് കണ്ണ് അതെ എവിടേക്കാണോ നമ്മൾ ഉദ്ദേശിച്ചാണ്. വീണ്ടും അങ്ങോട്ട് നോക്കി. അവിടുന്ന് വീണ്ടും കണ്ണ് എവിടേക്കാണോ ഇനി കൈകൊണ്ട് പാസ് മാർക്ക്.
നീട്ടി കാണണ്ടേ? ഇതിപ്പോ എന്താ അറിയോ? ആ ചായ വരും. അത് അത്ഭുതമായ കാഴ്ച കാണാൻ ചായ. ആ ഇത് തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇത് ഒരാളെ പെട്ടെന്ന് ഒരാളെ മുമ്പിൽ കണ്ടു, അയാളോട് പോ പോ എന്ന് പറഞ്ഞു പോയി കണ്ടോണ്ട്. അപ്പൊ കണ്ടു, അത് നേരത്തെ പോലെ സോഫ്റ്റ് ആയിട്ടല്ല, ഇവിടെ കണ്ടു കണ്ടു ഇവിടുന്ന് അടിക്കണ്ടു കണ്ണ് കൈ കണ്ടില്ലേ? ആദ്യം കണ്ടു, കണ്ട അവിടെ പോ പോ, പിന്നെ പോ. ഭയം അഭിനയിക്കുമ്പോ നമ്മുടെ ശരീരങ്ങൾ ചുരുങ്ങണില്ലേ? അതായത് വീരം അങ്ങനെ രൗദ്രകർമ്മയിലും മുൻപാകം തള്ളുകയാണ് ചെയ്യണമെങ്കിൽ ഭയം പറയുമ്പോഴും നമ്മൾ ഉൾവലി കയറ്റി. അപ്പൊ ഭയം അഭിനയിക്കുമ്പോൾ ശരീരം ചുറ്റിച്ചുഴിഞ്ഞ് എന്നിട്ട് നമ്മളിങ്ങനെ നാല് ഭാഗം നോക്കുക. എന്നിട്ട് ചെയ്യുന്നത് ഈ ചുണ്ട് കുട്ടിക്കിട്ടിട്ട് ലേശം നൽകി കണ്ടോ? ഇനി രണ്ട് കൈ ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് പിന്നെ പതുക്കെ വരയ്ക്കാം. പേടിച്ച് വരയ്ക്കാനുള്ള അവസ്ഥ. എന്നിട്ട് ഇത് ഈ വരയോട് കൂടിയിട്ട് ഇത് കാണിച്ചു ഈ കാണിച്ച് തന്നെ അപ്പൊ കണ്ണു ഇങ്ങനെ ഇളക്കാൻ പറ്റിയ കേമ ഇവിടെ കട്ടോട്ടോ സ്പീഡിൽ ഭയാനകം. ഈ ബീഭത്സം കാണുന്നു. ഗുഡ്സാണ് സ്ഥായി ഭാവത്തിൽ അറപ്പാണ്. അത് അറപ്പുള്ള സംഗതി നമ്മൾ കാണുകയോ അനുഭവിക്കുകയോ തീരാത്ത അവസ്ഥയാണ്. അപ്പൊ അത് മുഖത്തെ എല്ലാ പേശികളും ചുറ്റി ചുളിച്ചുകൊണ്ടുള്ള അവസ്ഥ എന്നാ പറയാം. അപ്പൊ എത്രയൊക്കെ ചുറ്റി ചുളിക്കാൻ പറ്റും അത്രയും നമ്മുടെ എല്ലാം മുഖം തോന്നുന്ന അവസ്ഥ. എല്ലാ ഭാഗവും ചുറ്റി ചുളിക്കും. ഇത് അരങ്ങിലധികം കാണിക്കാൻ പാടില്ല, അരങ്ങിലധികം നിലനിർത്താൻ പാടില്ലെന്നാണ് നാട്ടിൽ ബീഭത്സം എന്നുള്ളത്. അത് നമുക്ക് ഉറപ്പാണ്. അറപ്പുള്ള സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബീഭത്സം ഉള്ള രംഗങ്ങൾ പെട്ടെന്ന് പരമാവധി ഒഴിവാക്കണം. അതുകൊണ്ടാണ് പഴയ നാടക സങ്കല്പത്തില് കൂടിയാട്ടത്തിലൊന്നും യുദ്ധരംഗങ്ങളില്ല. യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ ചോര ഒഴിച്ചതോ അല്ലെങ്കിൽ പുറത്ത് ഇപ്പോൾ വിശ്വാസന്റെ കുടമാല ഒഴിക്കുന്ന കഥകളിൽ കണ്ടിട്ട് അതൊന്നും കൂടിയാട്ടം ഇല്ല. അത് ചെയ്യാതിരിക്കാൻ കാരണം ഇതാണ്, ആ രംഗം അത്ര നിലനിൽക്കുന്ന ഈ അറപ്പ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന നീളം, അതായത് നെക്കും മുലയും മരിച്ചിട്ട് വരുന്ന ചൂർപ്പണകയോ അല്ലെങ്കിൽ നട്ടതയോ അതൊക്കെ വളരെ അപൂർവമായിട്ട് പെട്ടെന്ന് അരങ്ങെത്തുന്ന പോവുക ചെയ്യും. അതിന് നേരെ നിലനിർത്തില്ല. അപ്പോൾ ഈ ജുഗുപ്സ അല്ലെങ്കിൽ ബീഭത്സം എന്നുള്ള രസം പിന്നെ ആ ഭാവം അധികം നേരം ആ രംഗത്ത്
ചെയ്യാൻ പാടില്ല. അടുത്ത അത്ഭുതം. അത്ഭുതം എന്ന് പറഞ്ഞ രസം ഈ നാട്യശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഓരോ രസങ്ങളുടെ ഇടയിലും ഓരോ അത്ഭുതത്തിന്റെ കുത്തുകളുണ്ട്. ഓരോ അത് നമ്മളിപ്പോ 8 രസങ്ങൾ പറഞ്ഞില്ല. 8 രസങ്ങളിലെ ഇടയിൽ അത് ഒരാൾ അഭിനയിക്കുന്നത് കാണുമ്പോൾ, ഒരാൾ കരുണോ അല്ലെങ്കിൽ ശൃംഗാരോ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അതിൽ നമ്മളപ്പോൾ ചിലപ്പോൾ അതിലിങ്ങനെ കൂടെ പോയി കരുണ കഴിഞ്ഞപ്പോൾ കൂടെ കരുഞ്ഞെന്ന് പോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്ഭുതപ്പെടുക ചെയ്യും. ഭയങ്കര എന്തായാലും കാണിച്ചത് ഇതെല്ലാ രസങ്ങളുടെയും പിന്നാലെ ഉള്ളതാണ് നാട്ടുശാസ്ത്രകാരങ്ങൾ. അതായത് എല്ലാ ഭാവങ്ങളുടെ ഒപ്പവും അത്ഭുതം എന്നുള്ള സഞ്ചരിക്കുന്നു. ഇപ്പം എല്ലാ രസങ്ങൾക്കിടയിലും അത്ഭുതത്തിൻ്റെ ഒരു കുത്തുണ്ട്. അത്ഭുതം കഥകളിയിൽ അഭിനയിക്കുന്ന രീതി എല്ലാവരും അഭിനയിക്കുന്ന ഈ വളരെ നമ്മൾ കാണാത്ത ഒരു കാഴ്ച കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്നതൊക്കെ പരമാവധി നമ്മുടെ ശരീരം പുറത്തെടുക്കും. ഇപ്പോൾ കനമൊക്കെ കുറഞ്ഞ അവസ്ഥയാവും, അത്ഭുതം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ കൈലാസോറത്തിൽ അവിടെ പോയി കൈലാസം കണ്ടു. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വലിയൊരു ടവറ് പ്രതീക്ഷിക്കാത്ത അത്ഭുത കാഴ്ചകൾ കാണുമ്പോൾ അപ്പൊ അത് കണ്ട കാഴ്ച വലുതാവുകയും നമ്മളതിനൊപ്പം അതിനൊപ്പം പോകും. അതിൻ്റെ വലിപ്പത്തിലേക്ക് നമ്മൾ ശരീരം അപ്പം അത് തുറന്നു വിടുക. ശരീരത്തിൻ്റെ എല്ലാ എനർജിയും ഇങ്ങനെ തുറന്നു വിട്ടുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അഭിനയിക്കാൻ എത്ര ഉള്ളൂ, ബ്രീത്ത് ഇൻ ചെയ്തിട്ട് അങ്ങനെ എത്ര നേരം നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ അത്ര നേരം നിർത്താം. ആണ്ടെ മുകളിലത്തെ പോളെ ഒരുപാട് വികസിക്കുന്നത് കൃഷ്ണമണി നടുക്ക് നിർത്തുന്ന പറയും. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശാന്തം എന്നുള്ളത് രസമായിട്ട് നമ്മൾ പറഞ്ഞു ചേർക്കാം. ശാന്തത ഈ ബീഭത്സത്തിന്റെ കഥ പറഞ്ഞില്ലേ, ശാന്തം എന്ന് പറഞ്ഞാൽ ന്യൂട്രലായിട്ട് ഇരിക്കുക. ഒരാളിങ്ങനെ ഇരിക്കുന്നത് സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ എത്ര നേരം കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്തായാലും ചെയ്യാൻ കുറച്ചുകൂടെ അന്വേഷണം കിട്ടുന്നത്. അതെ, ശാന്തം എന്ന് പറഞ്ഞത് ആ രസം പിന്നെ ആരോ കൂട്ടിച്ചേർത്താണ്. ശാസ്ത്രകാരൻ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ അഭിനയതന്ത്രത്തിലും ഹസ്തലക്ഷ്മ രീതിയിലൊക്കെ ഈ രസങ്ങൾ പറയുമ്പോൾ ശാന്തങ്ങൾ പറയുന്നു. ശാന്തം കഥകളിൽ തപസ്സിരിക്കുന്ന ഒരവസ്ഥ അതൊക്കെ വേണമെങ്കിൽ ശാന്തത്തിന് ഉദാഹരണമായിട്ട് പറയാം. അതങ്ങനെ അഭിനയിച്ച് പരിശീലിക്കുകയാണ്. ഇനി ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷൻ തന്നാൽ, ഓരോ അവസ്ഥകൾ തന്നാൽ നിങ്ങളത് അഭിനയിക്കുന്നതാണെൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിച്ച് അഭിനയിക്കാൻ ഞാൻ സഹായിക്കാം. നിങ്ങൾ ഒന്നുമില്ല, ഒരു സന്ദർഭം പറഞ്ഞാൽ അത് നമുക്കിപ്പോൾ ഈ പരിചയിച്ച ഈ വഴികളിലൂടെ ചെയ്യാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ചെയ്തു നോക്കിയാലോ. ഇവരെയൊക്കെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ ഞാൻ ഓരോ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കാൻ ചെയ്യും. നിങ്ങൾക്ക് തരാം ഓരോ സിറ്റുവേഷൻ. അല്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാം, ഒറ്റയ്ക്ക് ചെയ്യാമല്ലോ. ഒറ്റയ്ക്ക് ചെയ്യാൻ ഒറ്റയ്ക്ക് ഇപ്പോ വളരെ മനോഹരമായ നോക്കാണ്ട് അസൈൻമെന്റ് സാവേരിക്ക് മനോഹരമായ കുട്ടിയാണ്. ആ ഉദ്യാനത്തെ കാഴ്ചകൾ ഓരോന്ന് കാണും. ആ കാണുന്ന കാഴ്ചകൾ വേറെ കാണിച്ചു കൊടുക്കും നമ്മൾ നേരത്തെ. പക്ഷെ ഈ കാണുന്ന കാഴ്ചകൾ എന്താണെന്നുള്ളത് നിന്റെ അഭിനയം കൊണ്ട് മനസ്സിലാവും. കാണുന്ന കാഴ്ച എന്താണ്, ഒരു പൂമ്പാറ്റ എത്ര മുദ്ര കാണിച്ചു ഇതിന് വിഷയമാണ്. മുഖഭാവം കൊണ്ട് അല്ലെങ്കിൽ ചലനം കൊണ്ട് ആ ഇതുണ്ടാക്കി മറ്റവർക്ക് കാണിച്ചു. മനോഹരമായി വിജ്ഞാനം
അവിടെ കാറ്റുണ്ടാവും, പെരുമ്പാറ്റകളുണ്ടാവും, കാറ്റിന് സുഗന്ധം ഉണ്ടാവും, മണ്ണുണ്ടാവാം, തണുത്ത കാറ്റ് വീശാം. അങ്ങനെ സങ്കല്പത്തിലുള്ള ഉദ്യാനം, മനോഹരമായ ഉദ്യാനം ചെയ്യാൻ പറ്റും. ഇന്നത്തെ നടന്നിട്ട് ഓടിയിട്ട് എങ്ങനെയാണ് ചെയ്തു നോക്കൂ. നന്നായി ഇത് കാണിച്ചില്ലേ ഉപ്പ് പണ്ട് കാണിച്ചില്ലേ, അത് നമ്മളിപ്പോ നേരത്തെ കണ്ണിന്റെ ഒരു സാധനം ജീവിക്കുന്നു, അത് നമ്മൾ ഉപയോഗിക്കാറ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ണിന്റെ എക്സസൈസ് ചെയ്യുമ്പോ അപ്പൊ ഈ മുദ്ര കാണിച്ചപ്പോ മുദ്രയില്ല, ആ കണ്ണ് നടന്നു, എന്നിട്ട് ആ ഇതിൽ വന്നു ഒന്ന് ഇരുന്നു വിചാരിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ണുകൊണ്ട് എക്സസൈസ് ചെയ്ത് പുറത്തോട്ട് ജീവിതം അതിങ്ങനെ ചെയ്യാം. അപ്പൊ എന്തായാലും എന്തായാലും പറഞ്ഞു അതൊന്നും കാണിച്ചു, ട്രഡീഷണൽ ഫ്ലേവർ കാണിച്ച് അത് ദൂരെ നിൽക്കണം. മറ്റേ കുറച്ച് ദൂരത്ത് നോക്കട്ടെ, ആ വരുമ്പോ കണ്ണിങ്ങനെ പോക്കട്ടെ, ഇങ്ങനെ എന്നിട്ട് അത് വന്ന് 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 കൂട് വന്നിരിക്കും. കൂട് വന്നിരുന്നതിന് ശേഷം ഈ വിരലിങ്ങനെ ഇളകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യണ്ട, കണ്ണ് ഇങ്ങനെ മുകളിലേക്ക് താഴെ 2-3 പ്രാവശ്യം കാണിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവും. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞു അത് ചെയ്യുമ്പോ എന്താ വെച്ചാൽ ആ ഇവിടെ വന്ന് ഇരുന്നതിന് ശേഷം നമ്മൾ നോട്ടം ഇവിടെ ആക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചാൽ എഴുതാൻ മനസ്സിലാവും അല്ലേ? ഈ സുഗന്ധം പറഞ്ഞിരിക്കാനൊക്കെ അതിന് മൂക്കാൻ പറയണം, മൂക്കിന്റെ അവിടെ സാങ്കേതിച്ചായി. അപ്പൊ അത് അന്വേഷിക്കണം എവിടുന്നാണ് സുഗന്ധം വരുന്നത്, കാറ്റ് വീശിക്കും. അങ്ങനെ അതൊക്കെ നമുക്ക് ഫീൽ ചെയ്താൽ നമ്മുടെ മുഖത്ത് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഒന്ന് പരീക്ഷിക്കാത്തത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സുഗന്ധവും മണ്ണുള്ള കാറ്റ് കൊള്ളാം. ഇനി ചെയ്തുവിടാനോ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പെട്ടു. രാത്രി ഇരുട്ടാണ്, പേടിയുണ്ട്, കയ്യിൽ വെളിച്ചമില്ല, പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ഓരോന്നും ഞെട്ടി വരക്കുന്നുണ്ട്. ഭയാനകമാണ് നമ്മൾ ഈ കാലം. ആ പേടിച്ച് പെടുത്തുമ്പോൾ അവിടെ പോയി രക്ഷപ്പെടും. അപ്പൊ ഒരാൾക്ക് ചെന്ന് പെട്ടു, എങ്ങനെയോ ചെന്ന് പെട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒറ്റപ്പെട്ടു, ഇരുട്ടായി, വഴി അറിയില്ല, ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, പേടിയാവുന്നുണ്ട്, ആരും ഇല്ല സഹായം. ആ സിറ്റുവേഷൻ നമ്മൾ അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഇന്ന് അഭ്യസിച്ച ഭയാനകത്തിന്റെ എലമെന്റ്സ് ഉണ്ടാവണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്, അത്ഭുതമാണ് ഭാവം ഉണ്ടാകുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് കാണുക, എന്താണ് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് അപ്രതീക്ഷിതമായി കാണുകയും നമ്മുടെ വല്ലാതെ അത്ഭുതത്തിലാക്കുന്ന ഒരു കാഴ്ച, അതെന്തോ കണ്ടു. ആ അത്ഭുതം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം ശരീരത്തിലൂടെ അവതരിക്കും.
ഏറ്റവും എളുപ്പമുള്ളതാണ് കരുണം. ദുഃഖമാണ് എന്ത് എന്താ സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ നമുക്ക് അറിയുന്ന ഒരു കഥയുണ്ട്. ഗാന്ധാരിക്ക് ഈ യുദ്ധത്തിലെ ഗതിയിൽ കാണാൻ കാണിച്ച് കൊടുക്കുകയാണ്. അപ്പൊ അവിടുത്തെ കൊട്ടാരത്തിൽ യുദ്ധം കാണുന്നത് അപ്പൊ ഗാന്ധാരിയൊക്കെ നമ്മൾ കെട്ടഴിച്ചു വിചാരിക്കും. ഗാന്ധാരിയുടെ കണ്ണിൽ കെട്ടഴിച്ചു. നമുക്ക് കെട്ടഴിച്ച് കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകനെ തകർന്ന് മരിച്ചു കിടക്കണം. അത് കൊട്ടാരത്തിന് കട്ടതാണ്. അപ്പോൾ അവിടെയാണ്. അപ്പോൾ ഈ കണ്ണുകെട്ട് കുറേ കാലമായിട്ട് കണ്ണുകെട്ടിയിരിക്കുന്ന കെട്ടഴിച്ചാൽ കുറച്ച് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എന്താണെന്ന് തിരിഞ്ഞു വരുമ്പോഴേക്ക് കാണുന്നതാണ് മകൻ. അപ്പൊ അങ്ങനെ ഗാന്ധാരിയാണ് കണ്ണ് കെട്ടഴിക്കുന്നു. കെട്ടഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് ഒന്നും കാണില്ല. ആളുകൾ തന്നെ അത് കഴിഞ്ഞിങ്ങനെ പതുക്കെ കാഴ്ച തെളിഞ്ഞു വരുന്നതാണ്. അതിലെന്താ കാണുന്നത്? ദുര്യോധനൻ തൊട തകർന്ന് മരിച്ചു വരുന്നതാണ്. അത് സഹിക്കാൻ വയ്യാത്തത്. അല്ലേ ഇവിടെ ഇത് തുറന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ അഭ്യസിച്ച ആ കരുണം എന്നുള്ള ഭാവത്തിനുള്ള സാധ്യതകൾ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഞാൻ അത് പറഞ്ഞു നോക്കും ശരീരം മുന്നിക്കാൻ പറ്റി. അപ്പൊ ഈ മൃതശരീരത്തിൽ തൊട്ട് മുമ്പിലാണ് കിടക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ എടുത്ത് മടിയിൽ കിടക്കാൻ ശ്രമിക്കാൻ വിചാരിക്കാം. അങ്ങനെ ചെയ്യാലോ. ഇതൊക്കെ ഈ ആ ദുഃഖത്തിന്റെ പാരമ്യത്തില് എന്തൊക്കെയോ ചെയ്യണം. ഇംപ്രവൈസ് ചെയ്യുന്ന ആ മുഖം മാത്രമല്ലോ, ശരീരമൊക്കെ അഭിനയിക്കുകയാണ്. കാണാൻ വയ്യ എന്നുള്ളതല്ല നമുക്ക്. ഇത് കണ്ടു, അതാണ് റിയാലിറ്റി. അതാണ്. എന്നിട്ട് ആ അമ്മയുടെ ദുഃഖമാണ്. മകൻ മരിച്ചു കിടക്കുന്നത് കാണാൻ വയ്യ, ഓക്കെ. പക്ഷെ ആ അമ്മയുടെ ദുഃഖമാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഭീമസേനന്റെ മുമ്പില് ഹനുമാൻ വന്ന് കിടന്ന കഥ അറിയില്ലേ? അറിയില്ല. ഭാരത് മാറ്റി. ഇതൊരു കുരങ്ങനാണ്. ഒരു കാലത്തൊരു കുരങ്ങൻ വഴിയിൽ കിടക്കാണ്. കണ്ടപ്പോ ആദ്യം ഉത്സവം പോയി. ഭയങ്കര എന്നിട്ട് പോവാതിരിക്കുന്നതാണ് ദേഷ്യം വരുന്നത്. ദേഷ്യം വരുന്നതാണ് ജഗത്ത് കിട്ടുന്നത്. ഇപ്പൊ എവിടെയൊക്കെ വന്നു? ഹാസ്യം വന്നു, ജുഗുപ്സ വന്നു, രൗദ്രം വന്നു. ഇതെല്ലാം ഈ സിറ്റുവേഷൻ നടന്നു. ഒരു സംഭവം നടന്നു വരുന്ന വഴിയിൽ ഒരാൾ സാധനം കിടന്നു. അത് അവർക്കുണ്ടാക്കി. അതിൽ അവൻ ചെയ്യല്ലേ. അപ്പൊ എന്തൊക്കെ വേണം? നടന്നു വരുന്നു. ഭീമസേന എന്നുള്ള കഥ വിട്ടുള്ള ആരൊരാള് നടന്നു വരുന്നു. ഒറ്റ സാധനം വഴിയിൽ കിടക്കുന്നു. കണ്ടു നോക്കുമ്പോൾ
അപ്പൊ മാറിപ്പോ എനിക്ക് പോടാൻ ദേഷ്യപ്പെട്ടു ഞാൻ കൊണ്ട് പറയാം. ഞാനത് മറന്നിരിക്കുകയാണ്, ഞാനല്ല ഉത്തരവാദിത്വം. ഡയലോഗ് പറഞ്ഞോ, ഡയലോഗ് ഇല്ലാണ്ട് കൊടുക്കാനൊക്കെയാണ് വേണ്ടത്. എനിക്ക് ഈ ഭാവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാ? ബീഭത്സം, ഹാസ്യം, രൗദ്രം, ഇതൊക്കെ ഉണ്ട്.